ഹലോ, ഹായ്, ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രൻ. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയാണ് എൻ്റെ സ്വദേശം. ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇന്റീരിയൽ വർക്കേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ നമ്മുടെ 16ാമത്തെ ബാച്ചിലെ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എല്ലാവരെയും കാണാനും ഇന്നത്തെ ഒരു പ്രോഗ്രാമില് നിങ്ങളായിട്ട് കുറച്ചു നേരം സംവദിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ നടക്കുന്ന പ്രധാന പ്രോഗ്രാം എന്ന് പറയുന്നത് ട്രെയിനേഴ്സ് ടോക്ക് ആണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, വിവിധ ടോക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. അപ്പൊ അത് നിലവിലെ നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സുകൾ പൂർത്തിയാക്കിയവരാണ് ആ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. അതുപോലെ തന്നെ ആ ടോക്കിൽ വരുന്നവർ പൂർത്തിയാക്കിയവരും നിലവില് ട്രെയിനിങ് എടുക്കുന്നവരും ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കാറുള്ളത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഭാഗ്യം ചെയ്ത ദിവസമാണ് ഇന്ന്. അപ്പോ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ് ഇന്ന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിങ്ങിന്റെ സാധ്യത, അല്ലെ? നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ മേഖലയിലും ട്രെയിനിങ്ങുകളാണ്. നമ്മുടെ ഒരു സ്കൂൾ എടുത്ത് നോക്കിയാലും അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ആയാലും നമ്മുടെ ജോബ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഫീൽഡ് എടുത്ത് നോക്കിയാലും നമ്മുടെ ഒരു ബിസിനസിന്റെ മേഖല എടുത്തു നോക്കിയാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഒരു പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അതിനോടനുബന്ധിച്ചാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ട്രെയിനിങ്ങിന്റെ ഒരു ഇന്റൻസിറ്റി എന്നുള്ളത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഞാനും ചെറുപ്പം മുതലേ ട്രെയിനിങ് ഒരു പാഷനായിട്ട് കൊണ്ടു നടന്ന ഒരാളാണ്. ഒരു ട്രെയിനർ ആവണം എന്നുള്ളത് വളരെ ഒരു പാഷനായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാവില്ലല്ലോ, ചെറുപ്പത്തിലൊന്നും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വിംബിൾ അക്കാദമിയിൽ നമ്മൾ വന്ന് ചേരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ ചെറിയ സമയം കൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അത് പ്രാവർത്തിക പദത്തിലേക്ക് എത്തിക്കാനും ഈ ഒരു വിംബിൾ അക്കാദമി എന്നുള്ള ഒരു വലിയൊരു എന്താ പറയുക യൂണിവേഴ്സിറ്റി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഒരു എഡ്യൂക്കേഷൻ അല്ല, നമ്മളൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ ഫൈസൽ സാറിന്റെ കീഴിലുള്ള ഒരു വിംബിൾ അക്കാദമി. അപ്പൊ അതിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള ഒരു നിലയിൽ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ അത് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ മൻസൂർ സാറാണ്. അദ്ദേഹം ഒരു സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ്. അതുപോലെ തന്നെ ഒരുപാട് മേഖലകൾ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഹിപ്നോ തെറാപ്പി സർട്ടിഫൈഡ് ഹിപ്നോ തെറാപ്പിസ്റ്റ് ആണ്. അതുപോലെ തന്നെ NLP നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്നൊക്കെ പറയുന്ന NLP ട്രെയിനർ ആണ്. അതുപോലെ തന്നെ MSc സൈക്കോളജി നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് ഇന്നത്തെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഒരു ഭാഗ്യമായിട്ട് ഇന്നത്തെ ഒരു ദിവസം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്ര വ്യത്യസ്ത മേഖലകളിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രാവീണ്യം അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു മേഖല അതല്ലെങ്കിൽ 2 മേഖലയിലൊക്കെ നമ്മൾ എത്തുമ്പോഴേക്കും നമ്മളത് മതി, അതല്ലെങ്കിൽ നമ്മളതിൽ തളച്ചിടാറുണ്ട് പലപ്പോഴും, ഞാനടക്കം. പക്ഷെ ഇത്തരം വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഒരാൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരിക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ടോപ്പിക് ഇതിന് ഏറ്റവും അർഹനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. നമ്മുടെ അപ്ഗ്രേഡ് കരിയർ, വിവിധ കരിയറുകൾ എങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാം, അതല്ലെങ്കിൽ നിലവിലുള്ള കരിയർ എങ്ങനെ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇന്നത്തെ എന്തായാലും ഉണ്ടാവുക. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു വിംബിൾ അക്കാദമിയുടെ പേരിലും നമ്മുടെ മൻസൂർ സാറിന്, മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരുടെയും ആദരവോടെ ബഹുമാനത്തോടെ വളരെ എന്താ പറയാ സ്വീകാര്യതയോടെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ആദ്യമായിട്ട് വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിംബിൾ അക്കാദമിയുടെ എന്താ പറയാ അമരക്കാരനായിട്ടുള്ള ഫൈസൽ സാറ്, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് വിംബിൾ അക്കാദമി. നമ്മളെ ആദ്യം നടക്കാൻ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ഓടാൻ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ നമ്മളെ പറക്കാൻ പഠിപ്പിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ വളരെ സന്തോഷം. നമുക്ക് എല്ലാവരും ഒരു കുടുംബം പോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ
അദ്ദേഹത്തെ പ്രശംസിക്കാതെ വയ്യാത്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ അത്രയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ ഫൈസൽ സാർ. അപ്പൊ അദ്ദേഹത്തെ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ, വളരെ അഭിമാനത്തോടു കൂടിയിട്ട് കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രോഗ്രാം നമ്മളെല്ലാവരും ഡെവലപ്പിംഗ് ആഗ്രഹിക്കുന്ന ആളുകളാണ്, പഠിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒരു മാറ്റം എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത്. സാധാരണക്കാരനായ ഒരാളൊന്നും ഈ വഴിക്ക് വരില്ല എന്നുള്ള ഷുവറാണ് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിക്കാനും നമ്മളെപ്പോഴും ഒരു എൻജോയ്മെന്റ് എന്നുള്ളതിന് മുൻപ് നമുക്ക് ലേണിംഗ്, ഏണിംഗ്, എൻജോയ്മെന്റ് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ പഠിക്കാതെ നമുക്ക് ഒരു ഏണിങ്സിലേക്കും അതിലൂടെയാണ് നമ്മൾ ഒരു എൻജോയ്മെന്റിലേക്കും വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് എത്തിയിട്ടുള്ള, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇൻഫർമേഷൻ ആർജിക്കാനായിട്ട് എത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷം, നല്ലൊരു സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും പരമാവധി വീഡിയോയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളെന്ന ചീഫ് ഗസ്റ്റിന് അതൊരു കൂടി എനർജി കൂടിയാണ് അല്ലെ. നമ്മൾ വീഡിയോ ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ഒരു എനർജി കൂടി കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി ആളുകൾ വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഓൺ ആക്കി എടുക്കുക. അതുപോലെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പരമാവധി നമ്മൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് ഒരു നോട്ട്ബുക്കോ പേനോ ഒക്കെ നമ്മൾ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ അധികം വൈകിക്കുന്നില്ല, നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള മൻസൂർ സാറിനെ നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ ഇന്നത്തെ ഒരു പ്രോഗ്രാം എടുക്കുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സാർ, ഓവർ ടു യു. Yes, thank you, Chandran sir. Wonderful introduction. Thank you very much. And good evening, all. Good evening, all, my dear friends, gentlemen. Thank you very much for this reply. Okay, so all happy? Okay, so happy. Yeah, upgrade your job. ഇത് ഈ സബ്ജക്റ്റ് നമ്മളെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ. എല്ലാവരും ജോബ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അടിസ്ഥാനം എന്ന് പറയുന്നത് ജോലിയാണ് അല്ലെ. എല്ലാത്തിനും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നല്ലൊരു ജോലി എന്നുള്ളത് എല്ലാവരുടെ സ്വപ്നമാണ്. ജോലിയിലുള്ള ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ്. എല്ലാ സ്വപ്നങ്ങളുടെയും താക്കോൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് അല്ലെ. റെഡി അല്ലേ? ശരിയല്ലേ പറഞ്ഞ? യെസ്. നിങ്ങളുടെ റെസ്പോൺസും ടെക്സ്റ്റുകളൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ അത് എനിക്ക് വലിയൊരു എനർജിയാണ്. തീർച്ചയായിട്ടും ആ ഒരു എനർജി നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ പലപ്പോഴും നമ്മൾ ഈ അപ്ഗ്രേഡ് യുവർ കരിയർ എന്നൊക്കെ പറയുന്ന ഈ സബ്ജക്റ്റ് ഇന്ന് റിസോഴ്സിനൊരു കുറവില്ല, ഇല്ലല്ലോ. എത്ര വേണമെങ്കിലും റിസോഴ്സസ് ഉണ്ട്. വാട്സപ്പ് ആയിട്ട്, യൂട്യൂബ് ആയിട്ട്, ഫേസ്ബുക്ക് ആയിട്ട്, ഇൻസ്റ്റയില് വളരെ ഫ്രൂട്ട്ഫുൾ കണ്ടന്റുകൾ മാത്രമായിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാല് ഇത് ചിലതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്, പക്ഷെ അത് ഒരാവശ്യാനുസരണം അത് നമ്മളെ ഒരു ഫോക്കസ്ഡ് ആയിട്ട്, സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് അതിനെ എടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളിടത്താണ് പ്രശ്നം. ഇന്നിപ്പം ഇവിടെ ഓൾമോസ്റ്റ് നമ്മള് 22 മെമ്പേഴ്സ് ഉണ്ട്. അതായത് എഫക്റ്റീവ്ലി 22 hours ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയും. ഒരാളുടെ 1 hour എടുത്താൽ അങ്ങനെ 22, ഇനിയും മറ്റുള്ളവർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ 22 hours, 24 hours വളരെ വാല്യുബിൾ ആയിട്ട് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സമയം അല്ലെ, ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേറെ പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. വീട്ടിലെ കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ അപ്ഗ്രേഡ് യുവർ കരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജോലിയുടെ കാര്യങ്ങൾ തന്നെയുണ്ട് അല്ലെ. പക്ഷെ അതെല്ലാം നമ്മൾ മാറ്റിവെച്ച് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ 1 hour ടൈം എന്ന് പറയുന്നത് 22 hours എന്ന് പറയുന്നത് ഒരു ഏകദേശം 1 day ടൈമാണ് അല്ലെ. അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ കേൾക്കാറുള്ള, സാധാരണ നമ്മൾ വീഡിയോകളിലോ വായിക്കുകയോ പല ആളുകൾ നമ്മൾ അഡ്വൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ടൈം അതെനിക്ക് വളരെ വാല്യുബിൾ ആണ്. വേണ്ടേ? നമ്മളെ ലൈഫിൽ എന്തെങ്കിലും കാര്യമായിട്ടൊരു ചേഞ്ച് ഉണ്ടാവുന്നതായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചേഞ്ച് ആഗ്രഹിച്ച ഒരു സ്പാർക്കിലുള്ള ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് അല്ലെ. തീർച്ചയായിട്ടും. അപ്പോ ഇന്നത്തെ ഈ സമയം
ഈ 1 hour ടൈം അതൊരു വിത്ത് പാകുന്നത് പോലെ ആര് പറയുന്നു എന്നുള്ളത് അതോടെ പ്രാധാന്യമില്ല. പറയുന്ന നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ആ ജോലി നമ്മുടെ കുടുംബത്തിനെ എംപവർ ചെയ്യുന്ന, നമ്മളെ ഫാമിലിയെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ഷോർട്ട് ടേം സ്വപ്നങ്ങളെ, ലോങ് ടേം സ്വപ്നങ്ങളെ, ഒരുപാട് ആഗ്രഹങ്ങളെ ഇതിനൊക്കെ സഫലീകരിക്കാൻ പറ്റുന്ന വലിയൊരു വിത്താണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. വിത്തിന്റെ സ്വഭാവം കാണിക്കും, അല്ലെ? മണ്ണിന്റെ സ്വഭാവം കാണിക്കും. ആര് വിത്തെറിയുന്നു എന്നുള്ളതല്ല അവിടെ പ്രധാനം. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഈ കേൾക്കുന്ന, നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ഈ സമയം, അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ വലിയൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഐ എം മൻസൂർ ഫ്രം currently I'm speaking from Qatar. I was working as a network engineer, already introduced by Mr. Chandran. Okay, നമ്മള് ഒരു നിങ്ങളെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അപ്ഗ്രേഡ് ഒരു കരിയർ ആണ്. അപ്പൊ എല്ലാവരും ടെക്സ്റ്റിൽ വന്നിട്ട് നിങ്ങള് നിലവിൽ ചെയ്യുന്ന ജോബ് എന്താണെന്നോ, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്നോ, എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ സന്തോഷമായി എല്ലാവരും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജോലി എന്താണ്, ചില ആളുകൾ പഠിക്കുന്നവരുണ്ടാവാം, നിങ്ങളുടെ ജോബ് എന്താണ്, എത്ര ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2 ആണെങ്കിൽ 2 മാത്രം കൊടുത്താൽ മതി. ലൊക്കേഷൻ ഇന്ത്യ, കേരള, ഗൾഫ്, എവിടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ. ഓക്കെ ഓക്കെ സിവിൽ എഞ്ചിനീയർ, ദുബായ്. ഓക്കെ, പലരും ടൈപ്പ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇയേഴ്സ് എന്നുള്ളത് 2 ആണെങ്കിൽ 2, 5 ആണെങ്കിൽ 5, 10 ആണെങ്കിൽ 10 അങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് സമയം വളരെ കുറവല്ലേ ഉള്ളൂ. ഓക്കെ, ടീച്ചർ, യെസ്, working as a Montessori teacher, as a civil engineers. There's a doctor, 7 years experience, engineer is available. Okay. Okay, most of them are highly experienced. Yeah, 15 years of experience in, yeah, പലരും ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, studying. Okay, still studying. Okay, പലരും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള നേഴ്സായിട്ട്, മെഡിക്കൽ മേഖല, എഞ്ചിനീയറിംഗ് മേഖല, ടീച്ചിങ് ഫീൽഡില്, അവരുടെ ഡോക്ടേഴ്സ് ആയിട്ട്, മെഡിസിൻ ഫീൽഡില്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഓഡിയൻസ്. തീർച്ചയായിട്ടും ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാൻ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജോലി, അത് ഇപ്പം ചെയ്യുന്ന ജോലി, അത് 2 years ആയിട്ട്, 5 years ആയിട്ട്, 7 years, 10 years, 15 years ആയിട്ട് നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്. നമ്മളെ ഫാമിലിയെ, നമ്മളെ സറൗണ്ടിങ്സ്, അറ്റ്മോസ്ഫിയർ, നമ്മളെ സോഷ്യലി പലതിനും ഇൻവോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു പക്ഷി നമ്മളെ ഈ മരക്കൊമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള നല്ല പഴുത്ത മാമ്പഴങ്ങളും, അല്ലാതെ പഴുക്കാനിരിക്കുന്നതും, അതിനാവശ്യമുള്ള നല്ല മാമ്പഴങ്ങളും, നല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്ന മാമ്പഴത്തിന്റെ കൊമ്പിൽ വളരെ സന്തോഷത്തിന്റെ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. ഇതാണ് നമ്മുടെ ഒരവസ്ഥ എന്ന് കരുതുക. ഈ ഒരു അവസ്ഥയിൽ ഈ മരം അങ്ങ് കടപുഴകി വീഴുമെന്ന് കരുതിക്കാം. ഈ മരം എന്തെങ്കിലും നല്ലൊരു കൊടുങ്കാറ്റ് വന്ന മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ ഈ മരം അങ്ങ് കടപുഴകി വീഴുകയാണെങ്കിൽ ആ പക്ഷിയുടെ പ്രതീക്ഷ എവിടെ ആയിരിക്കും? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് കമന്റ് ചെയ്യാം, വോയിസിൽ വരാം. അതിന്റെ ചിറകിലായിരിക്കും. ആ മരം കടപുഴകി വീണാൽ അതിന്റെ പ്രതീക്ഷ മുഴുവൻ അതിന്റെ ചിറകിലായിരിക്കും, അല്ലെ? യെസ്, ടേക്ക് കൺട്രോൾ ഓഫ് യുവർ വിങ്സ്. നമ്മൾ ആകെ പൂർണ്ണമായിട്ടും ഇന്ന് മാക്സിമം ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരൊറ്റ കൺസെപ്റ്റ് മാത്രം. നമ്മൾക്കൊക്കെ ചിറക് വിരിയിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലികളിൽ, ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. പലയിടത്തും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പല പ്രതിസന്ധികൾ നമ്മൾ നേരിടാറുണ്ട്.
ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ആ ജോലിയിൽ സപ്പോസ് അക്കൗണ്ടന്റ് ആവാം, അതല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആവാം, അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആവാം. ആ ജോലിയിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട ബുക്കുകൾ വായിച്ചവർ എത്ര പേരുണ്ട്? ഈ ഒരു 5 years ആയിട്ട് ഞാനൊരു അക്കൗണ്ടന്റ് ആയി ജോലി ചെയ്യുന്നു, 5 years ആയിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ വായിച്ചത് എത്ര പേരുണ്ട്? ഏതെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പറയാം, വോയിസിൽ പറയാം. അക്കൗണ്ടന്റ് ആവാം, അല്ലെങ്കിൽ നേഴ്സ് ആവാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആവാം. വോയിസിന് ചില ലിമിറ്റേഷൻസ്, പലരും മ്യൂട്ട് ആണെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ. ഈ ഒരു സിറ്റുവേഷനിൽ പല ആളുകൾക്കും ചിറകി വിരിയിക്കാതിരിക്കാനുള്ള കാരണം നമ്മളൊരു കംഫർട്ട് സോണിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവാം. ഒരു പ്രതിസന്ധി വരുമ്പോൾ നേരത്തെ ആ പക്ഷി നിൽക്കുന്ന ആ കൊമ്പ്, ആ മരം അങ്ങ് കടപുഴകി വീഴുന്ന സമയത്ത് അത് സ്റ്റിൽ അവിടെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ വലിയ പുരോഗതി ഒന്നും വരാനില്ല. നമ്മളെപ്പോഴും നമ്മുടെ സ്കില്ലിനെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾക്ക് ചിറകി വിരിയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്കില്ല് വർദ്ധിപ്പിക്കുക? പലർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ? ആക്സസ് യുവർ കറന്റ് സിറ്റുവേഷൻ, അസസ് യുവർ കറന്റ് സിറ്റുവേഷൻ. നമ്മുടെ നിലവിലുള്ള സ്റ്റാറ്റസിനെ കുറിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. സോട്ട് അനാലിസിസ് അറിയുന്നതാണ്. ഇത് എല്ലാ മേഖലയിലും നമുക്ക് വളരെ ഉപകാരപ്രദമായ കൺസെപ്റ്റ് ആണ്. നമ്മുടെ പല ഏരിയകളിലേക്ക് നമുക്ക് അതിനെടുക്കാം. ജോബിന്റെ കേസിൽ നമ്മുടെ സ്ട്രെങ്ത്, ഐഡന്റിഫൈ യുവർ വാല്യൂസ് ആൻഡ് സ്കിൽസ്. നമ്മുടെ കഴിവുകൾ എന്തൊക്കെയുണ്ട് നമ്മളൊന്ന് തിരിച്ചറിയും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് നമ്മൾ ഹാപ്പി ആണോ? ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഇഷ്യൂസ്, നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയാം. അടുത്ത വീക്ക്നെസ്. ഇപ്പം ഒരു ജോബിൽ സപ്പോസ് നമ്മളൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പലപ്പോഴും ക്ലയന്റിനെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പം നമ്മൾ ക്ലയന്റിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെ പല ഐഡിയോളജി നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും അല്ലെ? നമ്മൾ ഒരു സാൻഡ്വിച്ച് അപ്രോച്ച് എന്ന് പറയും. ക്ലയന്റ് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ വളരെ ടെമ്പേർഡ് ആയിരിക്കും പലപ്പോഴും. അപ്പൊ ടെമ്പേർഡ് ആയിരിക്കുന്ന ഒരു ക്ലയന്റിനെ അതെങ്ങനെ കൂളാക്കി കൊണ്ടുപോകാം, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അപ്പൊ നമ്മൾക്ക് ആ വിഷയത്തിൽ നമ്മൾ പലപ്പോഴും പരാജിതരാണെങ്കിൽ അത് നമ്മൾ അനലൈസ് ചെയ്യണം. അതിലേക്കുള്ള സ്കില്ലുകൾ ഒന്ന് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഓപ്പർച്യൂണിറ്റീസ്. ഈ സ്കില്ല് വർദ്ധിപ്പിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സപ്പോസ് ഞാനിപ്പോൾ ഒരു IT ഫീൽഡാണ്, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എൻ്റെ IT ഫീൽഡ് എടുക്കുകയാണ്. ഞാൻ IT ഫീൽഡായിരിക്കുമ്പോൾ ആ ഒരു ഫീൽഡിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ജോലിയിൽ മാത്രം ഇങ്ങനെ ഇരുന്ന് ആ ഒരു കംഫർട്ട് സോണായിട്ട് 5 years, 2 years, 5 years, 10 years ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിനാദ്യം എന്ത് വേണം? നമ്മളെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് ഷാർപ്പൺ ചെയ്യേണ്ട അറിവുകളെയും കഴിവുകളെയും നമ്മൾ വീണ്ടും ഷാർപ്പൺ ചെയ്യുകയും നമ്മളെ കുറവുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള വീക്ക്നെസ്സുകൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അവിടെ വീണ്ടും ഷാർപ്പൺ ചെയ്ത് അതൊക്കെ പരിഹരിക്കപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റാലല്ലേ നമ്മുടെ പരിസരത്തുള്ള പലതും കാണാൻ കഴിയുള്ളൂ അല്ലെ? ശരിയല്ലേ? നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാലാണ് നമ്മൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈറ്റിംഗ് ഫോർ യു. നമ്മളെ അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈ അപ്ഗ്രേഡ് യുവർ ജോബ് കരിയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ജോലി കിട്ടാനുള്ള ഒരു പ്രയാസത്തെ കുറിച്ചൊക്കെ പൊതുവിൽ പറയും. അതിന് ആ ജോബ് കിട്ടുന്നതിന് വേണ്ടതായിട്ടുള്ള സ്റ്റെപ്സുകളൊക്കെ ഒരുപാടുണ്ട്. അതിന് വേറെ സെപ്പറേറ്റ് ട്രെയിനിങ്ങുകളുണ്ട്, എങ്ങനെ അതിന്റെ പഠനങ്ങൾ കാര്യങ്ങൾ പോകേണ്ടത്, അത് എങ്ങനെ ഇന്റർവ്യൂ ബ്രേക്ക് ചെയ്യണം, ഇന്റർവ്യൂ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ പ്രൊബേഷൻ പീരീഡ് കവർ ചെയ്യുന്ന കേസുകളൊക്കെ ഉണ്ട്. ഇവിടെ പലപ്പോഴും നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ഷാർപ്പൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ ഈ ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ കംഫർട്ട് സോൺ ആയിട്ടിരിക്കും. പക്ഷെ ആക്ച്വലി കരിയർ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത ലാഡർ കൊണ്ട് വെച്ച് പോലെ നമ്മൾ ഒരു ചെയറിൽ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നു.
ഈ വർക്ക് ചെയ്യുന്ന ഒരു 1 year ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലായി എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അത് പിന്നെ ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറി. ഒരു ഒരു ജോബിന് എൻട്രി ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു 25 years 30 years ഏജ് ആണെന്ന് കരുതിക്കാം. അവരെ സംബന്ധിച്ച് നെക്സ്റ്റ് 10 years ആണ് അവന്റെ ആ ലൈഫിലെ യൂസ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈം. ആ സമയത്ത് അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ അതിന് വേണ്ട വെള്ളം വളം കിട്ടിയില്ലെങ്കിൽ അതിന്റെ കായ്ഫലത്തും അതിന്റെ റിസൾട്ടിനൊക്കെ വ്യത്യാസം വരും. അപ്പൊ ഒരു ജോബിന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, അതൊരു എക്സാമ്പിൾ ആയിട്ട് ജോബിനെ കുറിച്ച് എടുത്തു, ഈ മൈൻഡ് സെറ്റിന് നമ്മുടെ മനസ്സിന്റെ തലത്തിനനുസരിച്ച് 30 years ആയിട്ടുള്ള 40 years ആയിട്ടുള്ള ഈവൻ 55 ഏജിലുള്ള ഒരാൾ ഇപ്പോഴും വളരെ പ്ലാൻഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളെ എനിക്കറിയാം. ആൾ ഇത്തിസാലാത്തില് അവിടുത്തെ ഏറ്റവും നല്ല പൊസിഷനിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോഴും ആള് ഒരു ഹൈ ആൻഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമുക്കറിയാലോ KFCയുടെ അതിന്റെ ഓണറെ കുറിച്ച് അറിയാലോ അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ജോബിന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയറിന്റെ അടുത്ത്, നമ്മൾ ഡെസ്കിന്റെ അടുത്ത് നല്ലൊരു ലാഡർ കൊടുന്ന് വെച്ച പോലെ നമ്മൾ ആ ലാഡറിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. അതിന് വേണ്ട സോട്ട് അനാലിസിസ് നമ്മൾ ചെയ്യാറുണ്ടോ എന്നതാണ് ആദ്യം നമ്മൾ ചോദിച്ചാൽ. നമ്മൾ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബുക്കെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ടോ? 10 years ആയിട്ടുണ്ടെങ്കിൽ എത്ര ബുക്സ് ഞാൻ വായിച്ചു? ആ ലേട്ടർ നമുക്ക് കയറി പോകാനുള്ളതാണ്, മുകളിലേക്ക് കയറി പോകാനുള്ളതാണ്. പക്ഷേ നമ്മൾ അവിടത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഇവിടെയാണ് നമ്മൾക്കൊരു സ്പാർക്ക് കിട്ടേണ്ടത്. ഈ സ്പാർക്ക് കിട്ടാൻ, അത് നേരത്തെ പറഞ്ഞ ഇവിടെയൊക്കെ പലരും സെഷൻ എടുത്തിട്ടുള്ള റീഡിങ് ആണെങ്കിലും പലതും ആവശ്യമാണ്. ഈ സ്പാർക്കിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ കേസിൽ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മൾ എഴുതി വെക്കേണ്ട പോയിന്റ് ആണ്, എന്റെ ജോബ് അപ്ഗ്രേഡിന് ഞാൻ ചെയ്യേണ്ട എന്റെ സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്. അത് പലപ്പോഴും നമ്മൾ പറയും ജോബ് വല്ലാത്ത പ്രഷറാണ്, മാനേജർ വലിയ ഇഷ്യൂസ് ആണ്, മാനേജർ എപ്പോഴും വർക്ക് തന്നുകൊണ്ടിരിക്കും, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. ആക്ച്വലി ഒരു ജോബിനെ എൻട്രി ചെയ്ത് അവിടെ അവൻക്ക് പ്രഷറുകൾ കിട്ടിക്കൊണ്ടിരിക്കണം. സത്യത്തിൽ അവിടെ കിട്ടുന്ന ഓരോ ത്രെട്ടുകളെയും ചലഞ്ചായിട്ട് ഏറ്റെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. ഈ ചലഞ്ചുകൾ ഓരോന്ന് കിട്ടുമ്പോൾ, ഓരോ ഇഷ്യൂസ് അവന്റെ മുന്നിൽ കിട്ടുമ്പോൾ അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള അറിവ് വായനയിലൂടെയോ ട്രെയിനിങ്ങിലൂടെയോ വീഡിയോസുകളിലൂടെയോ എന്തെങ്കിലും തലത്തിൽ നമ്മൾ ബ്രെയിൻ വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. ഉള്ളിൽ ആ കണ്ടന്റ് നേരത്തെ ഉണ്ടാവണം. അപ്പൊ നമ്മളെടുത്ത് പറയുകയാണ്, you have to do this work today itself. There is no day tomorrow. You have to finish it. അങ്ങനെ ഒരു ടാസ്ക് നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ ഒരു പക്ഷേ നമ്മൾക്ക് തരുന്ന പ്രഷർ ആയിരിക്കാം, പക്ഷെ നമ്മൾ അതൊരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കണം. ആ സമയത്ത് ആ വർക്കിനെ അന്ന് രാത്രി കൃത്യമായിട്ട് നമ്മൾ അതിന് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്ലോ ഓഫ് ജോബ് എന്ന് പറയും. ശരിക്കും അതിനൊരു വേറൊരു തിയറി പറയാറുണ്ട്. ഏതായാലും നമ്മൾ ആ വർക്കിനെ കുറിച്ചിട്ട് നമ്മൾ അതിന് വേണ്ട എല്ലാ സ്റ്റഡിയും നടത്തി മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് അതിന് എന്തെങ്കിലും ശ്രമം നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഔട്ട്പുട്ട് നാളെ മോർണിംഗ് നമുക്ക് അവനെ മാനേജറെ അടുത്ത് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ഞാൻ ടാലന്റായി, സ്കില്ലുള്ള ആളായി അല്ലെ, ഒരു തുടക്കം കുറിക്കലായി. അറ്റോമിക് ഓഫ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, എനിക്കറിയാലോ, ഒരു ഹാബിറ്റ്സുകളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന്. അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ആദ്യത്തെ ഒരു 0 to 2 എന്നുള്ള സ്റ്റെപ്പിലേക്ക് എൻട്രി ചെയ്യാൻ പ്രശ്നം. 0 to 2 എന്നുള്ള MC² പറയാറുണ്ടല്ലോ, ആ സ്റ്റെപ്പിലേക്ക് നമ്മളോട് കയറി കഴിഞ്ഞാൽ പിന്നെ 2 into 4, 4 into 8 അതങ്ങ് കത്തി കയറും മുകളിലേക്ക്. പക്ഷെ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്ന ത്രെട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫെയിലിയർ ആയി പോകുന്ന ചില സാഹചര്യങ്ങളാണ് എല്ലാ മനുഷ്യരുടെയും ബാക്കിലേക്ക് വലിക്കുന്ന ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ് എല്ലായിടത്തും നമ്മൾ പരാജയപ്പെടുന്നത്. പക്ഷെ സത്യത്തിൽ മനുഷ്യോൽപത്തി മുതൽ നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മൾ ഇതിനൊക്കെ നേരിട്ട് ഈ പരാജയത്തിനെ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് അതിനെ വിജയിപ്പിച്ച ചരിത്രം നമുക്കുള്ളൂ. ആ സബ്ജക്റ്റ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. മീൻസ് നമുക്ക് വീണ്ടും കവർ ചെയ്യാനുള്ളത് കൊണ്ട് വേറെ കുറച്ചുകൂടി സ്ലൈഡുകളുണ്ട്. അപ്പോ പറഞ്ഞു വന്നത്, ഈ സോട്ട് അനാലിസിസ് വേണ്ടവണ്ണം നമ്മൾ അതിനെ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമ്മളിലുണ്ടാവുന്ന ചേഞ്ച് നമുക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും. ഈ ത്രെട്ടുകൾ നമ്മളെ കരിയറിനനുസരിച്ച് പല ഫീൽഡിലും അവരവരുടെ ഫീൽഡ്, നിങ്ങൾ ഏതൊരു മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടുന്ന ത്രെട്ടുകളെയും അതിനൊക്കെ ചലഞ്ചുകളാക്കി ഏറ്റെടുക്കുക എന്നുള്ളതാണ്.
ഒരു ഈ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ഒരാള് പിന്നെ രണ്ട് ആളുകൾക്ക് മരം വെട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ഇതുണ്ടല്ലോ, മരം വെട്ടുന്ന ആയുധം കൊടുത്തു. എന്നിട്ട് മരം വെട്ടാൻ വേണ്ടിയിട്ടുള്ള ജോലി ഏൽപ്പിച്ച് 2 ജോലിക്കാരെ. അതിൽ എ എന്ന് പറയുന്ന ആളെയും ബി എന്ന് പറയുന്ന ആളെയും മരം വെട്ടുന്ന ആയുധം കൊടുത്തിട്ട് അവരോട് രാവിലെ തൊട്ട് അതിന്റെ യജമാനൻ ജോലിക്ക് പറഞ്ഞയച്ചു. ശേഷം ഓരോ ദിവസം 1000 രൂപ അവർക്കുള്ള വേതനം നിശ്ചയിച്ചു. ജോലി തുടങ്ങി ആദ്യത്തെ ദിവസം 2 പേർക്കും, എക്കും ബിക്കും 1000 തന്നെ കിട്ടി. സെക്കൻഡ് ഡേയിലും 2 പേർക്കും രാവിലെ ഏകദേശം 8 hours ജോലി എടുത്തു. 2 പേർക്കും എന്ത് കിട്ടിയത്? 1000 തന്നെ അവരുടെ വേതനം കിട്ടി. സെക്കൻഡ് ഡേ മുതൽ ബി എന്ന് പറയുന്ന ആൾക്ക് 2000 rupees അവർക്ക് വേതനം കിട്ടുകയാണ്. അപ്പൊ ഇത് എ എന്ന് പറയുന്ന ആളെ അറിയാം. എ എന്ന് പറയുന്ന ആള് ഇത് അനലൈസ് ചെയ്തപ്പം അവർ പരാതിയായിട്ട് ചെന്നു. ഞാനും ഒരേ സമയമാണ് എന്നെ ജോലി ഏൽപ്പിച്ചത് യജമാനൻ, ബി എയും ഏൽപ്പിച്ചത് ഒരുമിച്ചാണ്. ഒരേ ഹവേഴ്സ് തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, സെയിം 8 hours തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 1000 മറ്റേ ആൾക്ക് 2000. ഇത് എന്തൊരു അനീതിയാണ്, ഇത് ശരിയല്ലോ എന്ന് സ്വാഭാവികമായിട്ടും. ഇതൊക്കെ നമ്മൾ ജോബ് ഇടങ്ങളിൽ പല രീതിയിലാണ് ഇത് നമ്മൾ അനുഭവിക്കാറുണ്ട്, പല പല ഘട്ടങ്ങളായിട്ട്. ഈ ഒരു പരാതി പറഞ്ഞ സമയത്ത് യജമാനൻ പറഞ്ഞു, ആ ഒരു കേസ് ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്നില്ല, ആർക്കാണോ ആ കിട്ടിയ ആളുടെ തന്നെ ചോദിച്ചു നോക്കുക പറഞ്ഞു. ഏക്കാണല്ലോ 2000 കിട്ടുന്നത്, അവരുടെ തന്നെ ചോദിച്ചു നോക്കുക എന്തുകൊണ്ടാണ് എനിക്ക് 2000 കിട്ടുന്നത്. അപ്പൊ ബി തീരുമാനിച്ചു ഒന്ന് ചോദിക്കാം, അല്ല നമ്മൾ ഒരുമിച്ചാണല്ലോ ജോലി സ്റ്റാർട്ട് ചെയ്തത് അല്ലെ, എന്നിട്ട് എനിക്ക് 1000 പിന്നെ നിങ്ങൾക്ക് 2000 കിട്ടുന്ന എന്തൊരു അനീതിയാണ്. അത് പിന്നെ ശരിയാണ്, നിങ്ങൾ എന്തൊരു പ്രത്യേകതയാണ് ജോലിയിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഞാനും ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുന്ന അതേ അവേഴ്സ് ഒക്കെ തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഈ മരം വെട്ടുമ്പോൾ ഇടയ്ക്ക് എൻ്റെ ആ മരം മരം വെട്ടുന്ന ആയുധം ഞാനൊന്ന് ഷാർപ്പൺ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് കല്ലിൽ വെച്ച് ഉരക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ വെട്ടുന്നത് 10 മരമാണെങ്കിൽ എനിക്കൊന്ന് 20 മരം വെട്ടാൻ പറ്റാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ഷാർപ്പണിങ് യുവർ സ്കിൽസ്, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. നമ്മള് വിങ്സ് നമ്മൾക്ക് ചിറക് മുളപ്പിക്കുക എന്ന് പറഞ്ഞിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വായനകളിലായും നമ്മളെ റീഡിംഗ് ആയും ട്രെയിനിങ് ആയും പല രീതിയിലും നമ്മളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള കോട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഇഫ് ഐ ഹാഡ് 6 hours to chop down a tree, I would spend the first 4 hours sharpening the axe. 6 മണിക്കൂർ മരം വെട്ടാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യത്തെ 6 hours ഞാൻ അതിനെ ഷാർപ്പൺ ചെയ്യാനായിട്ട് എനിക്ക് യൂസ് ചെയ്യണം. അബ്രാഹിം പറഞ്ഞ വാക്കാണ്. എന്നാൽ പലപ്പോഴും നമ്മളിലൊക്കെ സംഭവിക്കുന്ന കേസ് പൊതുവിൽ കാണാറുള്ളത്, ഒരു ജോലിയിലാണ് കംഫർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലങ്ങ് ഇരുന്ന് പോകില്ല. അവിടെയാണ് നമ്മുടെ പരാജയം. അവിടെ നേരത്തെ പറഞ്ഞത് നമ്മുടെ യൂത്ത്സ് ഘട്ടം എന്ന് പറയുന്നത് പലപ്പോഴും ആദ്യത്തെ 10 years വളരെ വാല്യുബിൾ ആയിട്ടുള്ള സമയമാണ്. ആ സമയം നമ്മൾ വളരെ പവർഫുൾ ആയി എഫേർട്ട് ഇടേണ്ട സമയമാണ്. ഏതൊരു ജോബ് ആണോ നമ്മൾ ഓൾറെഡി നമ്മൾ പാഷനേറ്റ് ആയിട്ട് എത്തിപ്പെട്ടിട്ടുള്ളത്, അതും ഒരു ഘടകമാണ്. ആ ജോലിയിൽ വേണ്ടതായിട്ടുള്ള പഠനങ്ങളും സ്റ്റഡീസും നമ്മൾ നടത്തിയിരിക്കണം, ഇൻപുട്ട് ഇട്ടിരിക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതിന് നമ്മൾ ഈ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ഒരു കരിയർ അപ്ഗ്രേഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഷോർട്ട് ടേം ഗോൾസ് സെറ്റ് ചെയ്യും, ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യും, പേഴ്സണൽ ഗോൾസ് ഉണ്ട്. അപ്പൊ ഷോർട്ട് ടേം ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്കൊരു നിലവിലുള്ള ജോലിയിൽ എനിക്കൊരു അപ്ഗ്രേഡ് കിട്ടണം, അതിനു വേണ്ടിയിട്ടൊരു പഠനത്തിന് നമ്മൾ തയ്യാറാവണം. ഇപ്പൊ സപ്പോസ് ട്രെയിനേഴ്സ് ആണ്, ഇപ്പൊ ഈ ട്രെയിനേഴ്സ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പഠനത്തിന് തയ്യാറാവുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അപ്പൊ ഈ കസ്റ്റമേഴ്സിന്റെ ഒരു ബിഹേവിയർ മനസ്സിലാക്കാനുള്ള ഒരു കോഴ്സ്, അത് ഈ പലപ്പോഴും നമ്മൾക്ക് സംഭവിക്കാറുള്ളത് നമ്മളെ ഗോളുകളൊക്കെ ഒരു ലോങ് ടേം ഗോളായി മാറുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ നാട്ടിൽ നിന്ന് എനിക്ക് തൃശ്ശൂരിലേക്ക് പോകണം, അതല്ലെങ്കിൽ ഇപ്പൊ റോഡ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക, എനിക്കിപ്പോ നാട്ടിൽ നിന്ന് എനിക്ക് തൃശ്ശൂരിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് പോകണം, റോഡ് വർക്ക് നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റോഡ് നോക്കി ട്രാഫിക് ഇല്ലാതെ അതുപോലെ തന്നെ സ്റ്റക്ക് ആവാത്ത
അതുപോലെ പിന്നെ മാക്സിമം പെട്രോൾ സ്റ്റേഷനുള്ള, അങ്ങനെ ആ യാത്രക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു 2 hours വേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാം പഠനം നടത്തിക്കൊണ്ടായിരിക്കും നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ? അങ്ങനെ പോകുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് പോകുമ്പോൾ അത് ഏറ്റവും നല്ല റിസൾട്ടേക്ക് നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ പറ്റും. ശരിയല്ലേ? എന്നാൽ ഈ ഒരു പ്ലാൻ നമ്മളെടുത്ത് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പല വഴിയിലൂടെ പോകും, കൊണ്ടറിയും, അല്ലെ? കൊണ്ടറിഞ്ഞൂടെ നേരത്തെ തന്നെ ഇങ്ങനത്തെ ഒരു പ്ലാനോട് കൂടി നമ്മൾ പോവുകയായിരുന്നെങ്കിൽ നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വളരെ ഈസി ആയിട്ട്, ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റും. ഇത് വളരെ മറ്റൊരു പ്രധാനം എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മൾ ഷോർട്ട് ടേം ഗോളുകൾ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ലോങ് ടേം ഗോളിന്റെ ചില ആവശ്യകതകൾ ഉണ്ട്, പക്ഷെ ഷോർട്ട് ടേം ഗോളുകൾ ആകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിച്ച് അത് അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ചും അത് ഇവാലുവേഷൻ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇവിടെ നമുക്ക് 2 hours നമ്മൾ പറയുന്ന കൊച്ചിയിൽ എത്തുക എന്ന് പറയുന്ന, നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടും, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യും. പക്ഷെ നമ്മുടെ ഒരു ജോലിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഒരു അപ്ഗ്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള ചിന്തയാണ് നമുക്ക് എടുക്കേണ്ടത് നിലവിലുള്ള ജോലിക്ക്. അതിന് ഷോർട്ട് ടേം ഗോളുകളായിട്ട് നമ്മൾ പഠനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? നമ്മൾ SWOT അനാലിസിസ് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ചലഞ്ചുകൾ വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഇതിനെ കാണാറുള്ളത്, പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഇതൊക്കെ ഓരോന്നും ഇഴകീറി പഠിച്ച് മനസ്സിലാക്കേണ്ട, നമ്മളിൽ ഇൻപുട്ട് ചെയ്യേണ്ട ഘടകങ്ങളാണ്. പലപ്പോഴും നമ്മൾ സാലറി കിട്ടുന്ന സമയത്ത് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയും. നമ്മൾ സാലറി കിട്ടുന്നതിന്റെ ഒരു 5% എമൗണ്ട് നമ്മളിലേക്കായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എങ്കിലും അതിന്റെ റിഫ്ലക്ഷൻസ് നേരത്തെ പറഞ്ഞ ആ ലേഡറിലൂടെ മുകളിലേക്ക് കയറി പോകുന്ന രൂപത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടും. അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിന്റെ പരാതികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് എൻ്റെ ജോബിൽ ഉണ്ടായിട്ടുള്ള അനുഭവം, ഞാൻ ഫസ്റ്റ് ദുബൈയിൽ ജോബിന് കയറിയ സമയത്ത് ഞാൻ പഠിച്ച ആ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട കുറേയും കൂടി പഠിച്ച ആ ഒരു എൻവയോൺമെന്റിലേക്കുള്ള കാര്യങ്ങളെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു 10-20% മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സമയമല്ല, പല ചലഞ്ചുകൾ നമ്മൾ മുന്നിലെത്തും. ടൈമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് സമയമില്ല എന്ന് പറയുന്നത് അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. ഞാൻ അന്ന് ചെയ്തൊരു ടൈം ക്രിയേറ്റ് ചെയ്യാൻ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ 5 hours ട്രാവലിംഗ് ഉണ്ട് ദുബൈയിലുള്ളപ്പോൾ. 5 hours ട്രാവലിംഗ് ഉള്ളപ്പോൾ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, എനിക്ക് 5:30 വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ജോബിന് ഇറങ്ങേണ്ടതുണ്ട്. ആ സമയത്ത് ഏകദേശം ഒരു 2 hours മുന്നേ ആയിട്ട് എഴുന്നേൽക്കും, 2-3 hours. അപ്പൊ എന്തായി, ആക്ച്വലി ഒരു 1.5 hours എനിക്ക് റീഡ് ചെയ്യാനുള്ള സമയം കിട്ടും. ഈ റീഡ് ചെയ്യാനുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ എന്നിൽ ഇൻപുട്ട് ഇടുകയാണ്, എന്നിൽ തന്നെ ഇൻപുട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സബ്ജക്റ്റ്, അവിടുത്തെ ഫ്യൂച്ചർ ഒക്കെ നോക്കിയിട്ട്. ആ ഫ്യൂച്ചർ നോക്കുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഈ പാരറ്റോ റൂൾ എന്ന് പറയുന്നത്, നമ്മൾ ജോബ് ഡിപ്പെൻസ്, ഇപ്പം AI ഒരു കാലഘട്ടമല്ല അല്ലെ, എന്തിനും AI കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലികളെ തന്നെ ഇപ്പം ഒരു സെയിൽസ്മാനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കമ്പനിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ആ കമ്പനിയിലെ 80% ഓഫ് ദ ടേൺ ഓവറും കൊണ്ടുവരുന്നത് 20% ഓഫ് ദ സെയിൽസ്മാൻ ആയിരിക്കാം. നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവാം, ആ ഡ്രസ്സിൽ 80% ഓഫ് ദ ഡ്രസ്സും 20% ഓഫ് ദ ഡ്രസ് ആയിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 20% ഓഫ് ദ ഡ്രസ് ആയിരിക്കും 80% ഓഫ് ദ ടൈം നമ്മൾ വെയർ ചെയ്യുന്നുണ്ടാവും, അല്ലേ? നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ പല മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ കഴിയും. ബിസിനസ്സിലാണെങ്കിലും 80% ഓഫ് ദ ബിസിനസ് കൊണ്ടുവരുന്നത് 20% ഓഫ് ദ കസ്റ്റമർ ആയിരിക്കും. എന്ന പോലെ ഈ ഒരു നമ്മുടെ പാരറ്റോ റൂൾ എന്ന് പറയുന്ന, അന്ന് ഞാൻ എന്റെ ജോലിയിലേക്കുള്ള ഒരു അപ്ഗ്രേഡ് നോക്കിയത് IP ടെലിഫോൺ, ഞങ്ങളുടെ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറയണം. അന്നത്തെ വളരെ മാർക്കറ്റിലുള്ള വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള IP ടെലിഫോണിയെ കുറിച്ച് വായിക്കുന്നത്, അത് 80% അന്ന് മാർക്കറ്റിലെ ആളുകൾ കുറവാണ്, 20% ആളുകളുള്ളൂ. സോ 80% ഓപ്പർച്യൂണിറ്റീസ് ആർ ദേർ, 20% ആളുകളുള്ളൂ ഫീൽഡില്. അപ്പൊ നമ്മൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ആളുകളുടെ കയ്യിൽ കഴിവില്ലാത്ത, അറിവില്ലാത്ത മേഖലകൾ ഏതൊക്കെയുണ്ടോ ആ മേഖലകൾ നമ്മൾ എത്തിപ്പിടിക്കാൻ ശ്രമം നടത്തുക. ഇപ്പൊ AI കുറിച്ച്
നമ്മൾ ചെയ്യുന്ന ജോലികളെ കുറിച്ച്, ചെയ്യുന്ന ജോലികൾ എങ്ങനെയൊക്കെ നമുക്ക് ഫാസ്റ്റ് ആക്കാൻ കഴിയും. നമ്മളൊക്കെ പെട്ടെന്ന് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞു, എക്സലിന്റെ റിപ്പോർട്ട് എടുക്കണം. എങ്ങനെ എക്സൽ റിപ്പോർട്ട് എടുക്കും? എക്സലിനെ കുറിച്ച് കൃത്യമായിട്ട് അതിന്റെ ഷോർട്ട് കീസ് കാര്യങ്ങൾ അറിയും. അതല്ല ഒരു PPT ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ടല്ലോ. അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ ജോബ് ഈസി ആക്കാൻ പറ്റുന്ന വഴികളുണ്ട്. ഒന്നും നോ പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറാതിരിക്കുക, എല്ലാം ഒരു ചലഞ്ചാക്കി ഏറ്റെടുക്കുക. ഏറ്റെടുത്ത് ആ ഷാർപ്പണിങ് യുവർ സ്കിൽ, ആ രൂപത്തിലേക്ക് നമ്മുടെ ചിറകുകൾ വിരിയിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് കരിയറിൽ വേണ്ട ഒരു അപ്ഗ്രേഡിലേക്ക് വേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. നേരത്തെ ഷാർപ്പൺ ചെയ്യേണ്ട ഒരുപാട് ഏരിയകളുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മളൊരു ജോബില് ഇപ്പം ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പം മാനേജേഴ്സ് ചിലപ്പോൾ മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലേ, നമ്മളവിടെ ഫെയിലിയർ ആണ്. നമ്മൾ ചുറ്റുവട്ടത്ത് പലരും കാണാൻ കഴിയാറുണ്ട് അല്ലെ. ഒരു സബ്ജക്റ്റിലേക്ക്, ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട സമയത്ത് അതിനെ കൃത്യമായിട്ട് മീറ്റിംഗ് കോൾ ചെയ്യാനോ അതിനെ ഹാൻഡിൽ ചെയ്യാനോ അതിനെ സമ്മറൈസ് ചെയ്യാനോ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ അവർ ബാക്കിലോട്ട് നിന്ന കേസ് ഒരുപാടുണ്ടാവും. നമ്മൾ ജോബ് എൻവയോൺമെന്റിലേക്ക് ഒന്ന് ചിന്തിച്ചാൽ പലതും കാണാൻ കഴിയും. ഇനി അതല്ല, നമ്മുടെ ഒരു പൊസിഷൻ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ലീഡർ ഒരു പൊസിഷനിലെ അല്ല, ഒരു സൂപ്പർവൈസർ മറ്റോ അല്ല എങ്കിൽ പോലും സൂപ്പർവൈസറായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ചില മേഖലകളുണ്ട്. നമ്മൾ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ മീറ്റിംഗിൽ ഓരോ കാര്യങ്ങളും കേട്ട് അനലൈസ് ചെയ്ത് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു എബിലിറ്റി എങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള എബിലിറ്റി എങ്കിലും അതിനെങ്ങനെ വേണം? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ കുറിച്ച് നല്ലൊരു അവഗാഹം നമുക്കുണ്ടാവും. വലിയൊരു തത്വചിന്തകൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നും ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് എന്താണോ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കിട്ടുള്ളൂ. എങ്ങനെയാണ്? ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ എന്താണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കിട്ടുകയുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെ പരിസരങ്ങളൊന്ന് ശരിക്കും വാച്ച് ചെയ്യണം. മാനേജർ ആരാണ്, സബോർഡിനേറ്റ്സ് ആരാണ്, കൊളീഗ്സ് ആരാണ്, അവിടെ നമ്മൾ പെർഫോം ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച്. ഇനി ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് നേരത്തെ ആദ്യം പറഞ്ഞ ലാഡർ, ഈ ലാഡറിലേക്ക് കയറിപ്പോകാൻ വേണ്ട ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ലൈഫിലെ ഒരു മാനേജർ പൊസിഷനും അതോടൊപ്പം ഒരു പാസീവ് ഇൻകത്തിലേക്കൊക്കെ ഉള്ള ഒരു ഗോളാണെങ്കിൽ ഷോർട്ട് ടേം ഗോൾ ഉണ്ട്, ലോങ് ടേം ഗോൾ ഉണ്ട്. ഷോർട്ട് ടേം ഗോളിൽ നേരത്തെ പറഞ്ഞ ഇവിടെ എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ആവശ്യമായ ഘട്ടങ്ങൾ എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എനിക്ക് ആവശ്യമില്ലെങ്കിൽ, നേരത്തെ ചിറക് വിരിയിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഒരു മനുഷ്യൻ 400+ മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു. അതോടൊപ്പം മറ്റൊരു ഭാഷയും, ഒരു ഹിന്ദി ഭാഷയും പഠിച്ചു. 130 കോടി ജനങ്ങൾ ഇന്ത്യയിലും അതുപോലെ തന്നെ 3 കോടി ജനങ്ങളല്ലേ മലയാളം ഭാഷ സംസാരിക്കുന്നുള്ളൂ. 130-150 കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഹിന്ദി ഭാഷയിലേക്ക് ഞാൻ അതിന്റെ എബിലിറ്റി ഒന്ന് ഷാർപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ആ ആളുകളുടെ ഒരു ഭാഗമായില്ലേ ഞാൻ. അത് ഗൾഫിൽ വന്നാലും മറ്റിടങ്ങളിലൊക്കെ പോയാലും അവിടെയുള്ള സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായില്ലേ. അങ്ങനെ ഒരു മനുഷ്യൻ 2 ഭാഷ സംസാരിക്കുന്ന തലത്തിലേക്ക് അവൻ ഉയർന്നാൽ അവനക്ക് 2 ചിറക് മുളച്ചു എന്ന് ഷേക്സ്പിയർ എഴുതി വെച്ചിട്ടുണ്ട്. ഷോർട്ട് ടേം ഗോളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ദൈർഘ്യം കൊടുക്കരുത്. ആ ഷോർട്ട് ടേം ഗോളിൽ നമ്മളത് ആഡ് ചെയ്തു. ഇങ്ങനെ ഓരോ ഷോർട്ട് ടേം ഗോളുകൾ നമ്മൾ ആഡ് ചെയ്യാൻ. സുപ്പീരിയർ വാച്ച് ചെയ്യണം, അവർ ചെയ്യുന്ന ജോബുകൾ എന്തൊക്കെയെന്ന് വാച്ച് ചെയ്യണം. ചില ഘട്ടത്തിൽ സുപ്പീരിയേഴ്സ് ലീവിന് പോകും, അവിടെ മറ്റൊന്ന് കയറി വരുന്നുണ്ട്. ഡെലിഗേറ്റ് യുവർ സെൽഫ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെ നമ്മൾ അനലൈസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? കേൾക്കുന്നുണ്ടല്ലോ? Are you getting me? Yes. നമ്മളെ ചുറ്റുവട്ടത്തെ നമ്മൾ അനലൈസ് ചെയ്യുകയും ഷോർട്ട് ടേം ഗോളിലേക്കുള്ള ഓരോ ഗോളുകൾ സെറ്റ് ചെയ്യുകയും അതോടൊപ്പം ഈ കിട്ടുന്ന അവസരങ്ങളെ, ത്രട്ടുകളൊക്കെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുകയും ചെയ്യുക. സുപ്പീരിയേഴ്സ് പലപ്പോഴും അവർക്കൊരു സ്റ്റാൻഡ് ബൈ ആവശ്യം ഉണ്ടാവും.
ആ സ്റ്റാൻഡ് ബൈ ആവശ്യമുള്ള സമയത്ത് അവരുടെ മെയിലുകളെയും അവരുടെ ടേമുകളെയും അവർ യൂസ് ചെയ്യുന്ന മെയിൽ ടേമുകളെയും അവർ സുപ്പീരിയേഴ്സ് ആയിട്ട് മെയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ നോട്ട് ചെയ്ത് നോക്കണം. മാനേജേഴ്സ് അവർക്ക് ഇത്തരം ഐഡിയാസ് കിട്ടുന്നത് എവിടുന്നാണ്? ചില സമയത്ത് മെയിൽ റിപ്ലൈ അത് വേറെ സബ്ജക്റ്റ് ആണ്. മെയിൽ റിപ്ലൈ കൊടുക്കുന്നത് ഷോർട്ടായിട്ട് കൊടുക്കുന്നതും കുറച്ച് ഡിസ്ക്രിപ്ഷൻ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതും ഒക്കെ വേറെ സബ്ജക്റ്റ് ആണ്. എങ്കിലും അത് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ എഫേർട്ട് ഇട്ടു, ഷോർട്ട് ടേം അത് അച്ചീവ് ചെയ്യുന്നു. അതോടൊപ്പം ഒരു അവസരം വരികയാണ്, അത് മാനേജേഴ്സും സുപ്പീരിയേഴ്സും ഒക്കെ ചെയ്യുന്ന ജോലികളെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കി വെക്കുക, എഴുതി വെക്കുക. ചില ടേമുകൾ, ചില മെയിൽ ടേമുകൾ, ഓഫീസിൽ യൂസ് ചെയ്യുന്ന ടേമുകൾ, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് ഓരോ സബ്ജക്റ്റിന് വേണ്ട മാറ്റേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ വേർഡ് യൂസ് ചെയ്യണം, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഡെലിഗേറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത് നമ്മളുടെ മാനേജേഴ്സ് ചെയ്യുന്ന ജോലികൾ അത് എങ്ങനെയൊക്കെയാണ് അനലൈസ് ചെയ്ത് ഒരു പക്ഷേ ഒരു നാൾ നമ്മിലേക്ക് അവസരം കയറി വരും. അപ്ഗ്രേഡ് യുവർ ജോബ്. എല്ലാം പഠിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് ആ കീ വരും, ആ ഒരു പൊസിഷൻ വരും. അവിടെ ഒന്നും മടിച്ചു നിൽക്കരുത്. ചില ഘട്ടത്തിൽ പൊസിഷൻ വരുന്ന കേസ് ഉണ്ടാവില്ല. ഡിപ്പെൻസ് ഓൺ ദ എൻവയൺമെന്റ് ആണ്. പൊസിഷൻ വരുന്ന കേസ് ഇല്ല, നിങ്ങളുടെ കയ്യിൽ എബിലിറ്റി ഉണ്ട്. ഈ സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈറ്റിംഗ് ഫോർ യു. അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളുടെ കയ്യിൽ കഴിവുകൾ ഉണ്ടെങ്കിൽ, പറക്കാനുള്ള ചിറകൾ വിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് വേണ്ട ഷോർട്ട് ടേം ലോങ് ടേം ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് അതിനുവേണ്ടി കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രൈസിസ് മാനേജ്മെന്റും, അങ്ങനെ എല്ലാ സ്കില്ലുകളും മീറ്റിംഗ് എബിലിറ്റീസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാഗ്നറ്റിക് പവറായി രൂപാന്തരപ്പെടുകയാണ്. അത് പറക്കാനുള്ള ചിറക് വിരിയിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ എബിലിറ്റികളെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കമ്പനികൾ മറ്റിടങ്ങളിൽ ഒരുപാടുണ്ടായിരിക്കാം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ്, സോർട്ട് അനാലിസിസിലെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഒരു എബിലിറ്റി നമ്മൾ പഠിച്ചതിന് ശേഷം ഒന്ന് എഴുന്നേറ്റ് നിന്നും നോക്കുക, ചുറ്റുവട്ടത്തിൽ നോക്കുക, നമ്മൾ CV അപ്ഡേറ്റ് തുടങ്ങാം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റികളെ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക്, അങ്ങനെ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടും ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡായിട്ട് ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായപ്പോൾ നമ്മൾ എന്തെല്ലാം നോളജ് അക്വയർ ചെയ്തു അല്ലെ. ഒരുപാട് പേര് റീഡിങ്ങിലേക്ക് ക്രൈസ് ആയി വന്നു. റീഡിങ്ങിൽ ക്രൈസ് ആകുമ്പോൾ അതങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മുടെ തലയിൽ ഇങ്ങനെ നിറയുമ്പോൾ അതങ്ങനെ നിറഞ്ഞൊഴുകലാണ് ട്രെയിനിങ്. ആ രൂപത്തിലേക്ക് നമ്മൾ ഷാർപ്പൺ ചെയ്തില്ലേ എന്ന പോലെ ചെയ്യുന്ന ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഷാർപ്പണിങ് സ്കിൽസിലേക്ക് നമ്മൾ ഒരുപാട് ചേർക്കാൻ ശ്രമിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഏർലി മോർണിംഗിൽ ഒരു എഫേർട്ട് എടുത്തു. ഏർലി മോർണിംഗ് എഫേർട്ട് എടുത്തപ്പോൾ അവിടുന്ന് ഒരു 6 months അല്ല, അറൌണ്ട് 1 year ആയപ്പോ ഡബിൾ പാക്കേജിൽ മൂവ് ചെയ്യാൻ സാധിച്ചു. ആ സമയത്ത് അവിടുത്തെ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ ആളുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആളുണ്ട്, അവർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നോക്കണോട്ടാ, ശ്രമിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. അവിടെ അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. അവിടെ ചെയ്യുന്ന ജോബ് ഇടങ്ങളിൽ അത് നമുക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോബിനെ കുറിച്ച് കൃത്യമായിട്ട് വേഗം പഠിക്കുകയും മനസ്സിലാക്കുകയും അതോടൊപ്പം പുതിയ ഓപ്പർച്യൂണിറ്റീസ് വേണ്ട ശ്രമം നടത്തുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ ഈ 10 years എന്ന് പറഞ്ഞൊരു ലൈഫ് സ്പാൻ ഉണ്ടല്ലോ, അതില് നമ്മളിങ്ങനെ ജോബ് ഒരിടത്ത് തന്നെ നിൽക്കാതെ ഇങ്ങനെ ഒരു 2 years അടുത്ത ഇടങ്ങളിലേക്ക് മാറി അങ്ങനെ വീണ്ടും ഇങ്ങനെ അപ്ഗ്രേഡ് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ മറ്റു പൊസിഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ സാധിക്കുക. എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്റെ കൂടെയുള്ള, ഞാൻ മുന്നേ പറഞ്ഞിട്ടോന്ന് അറിയില്ല, ജോബ് അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് കിട്ടുന്ന പാക്കേജ്, നമ്മൾക്ക് ഇതിനേക്കാൾ നല്ല പാക്കേജ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ ഇടങ്ങൾ, നമ്മൾ എത്തിപ്പെട്ട ഇടങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുള്ള ഒരു അനാലിസിസിൽ എത്തിയപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇനി ഇവിടെ നിന്നുള്ള ദിവസങ്ങൾ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ അപ്ഗ്രേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്ന്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയത്തിന്റെ പരിമിതി, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഏതായാലും അങ്ങനെ ചർച്ച ചെയ്ത് വിത്തിൻ 6 months ഉള്ളിൽ ഞാൻ മറ്റൊരു ജോലിയിലേക്ക് വരികയും ചർച്ച ചെയ്ത് എന്റെ കൂടെ ചർച്ച ചെയ്ത അശോക് എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹം അതേ സ്ഥലത്ത് തന്നെ ഏകദേശം ഒരു റൂഫ് വണ്ടർ ജോബ് എന്ന പ്ലാൻ ചെയ്തത്, ആ ജോബിലേക്ക് രണ്ടുപേരും ഒരേപോലെ സ്വിച്ച് ചെയ്യുകയുണ്ടായി. എല്ലാം നമ്മളെ മനസ്സിന് കൊടുക്കുന്ന ഒരു നമ്മുടെ ശക്തമായിട്ടൊരു ആഗ്രഹങ്ങളും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. ചിലതൊക്കെ സ്കിപ്പ് ചെയ്യണം. നമുക്ക് സമയം, ഇനി എത്ര സമയമുണ്ട് സർ?
നമുക്കൊരു 15 മിനിറ്റ് വരെ പോവാം. ഓക്കെ. നമ്മൾ ഈ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ നമ്മുടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു പൊസിഷൻ അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആണെങ്കിൽ അത്തരം ഹൈലി സ്കിൽഡ് ആയിട്ട് ആളുകളുടെ ഇന്റർവ്യൂസ് കാണും. പല കമ്പനിയുടെ സിഇഒമാരുണ്ടായിരിക്കും. അവർക്ക് ഒരുപാട് ഐഡിയോളജികൾ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആവും. അതുപോലെ നമ്മൾ നല്ല അത്തരം സർക്കിളിലൊക്കെ നമ്മൾ മൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ സർക്കിൾ ക്രിയേഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ അത്തരം ഒരു നെറ്റ്വർക്കിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ജോബ് സെർച്ച്, നമ്മളൊരു അപ്ഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റഡീസ് നടത്തി അപ്ഗ്രേഡുള്ള സ്റ്റഡീസ് നടത്തുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ജോബ് സെർച്ചിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ലിങ്ക്ഡിൻ ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനൊക്കെയുള്ള ശ്രമങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂ സ്കിൽസിൽ ഇന്റർവ്യൂ എങ്ങനെ ബ്രേക്ക് ചെയ്യണം. ഇപ്പൊ ഇന്ന് എനിക്കൊരു കോളോ അതൊരു ഡിസ്കഷൻ വന്നതാണ്. അദ്ദേഹം 2 ഇന്റർവ്യൂ കഴിഞ്ഞു. 2 ഇന്റർവ്യൂ കഴിഞ്ഞ് 3rd ഇന്റർവ്യൂയിലേക്ക് വീണ്ടും HR എല്ലാം കഴിഞ്ഞിരിക്കുക. 3rd ഇന്റർവ്യൂവിന്റെ ഒരു ഡിസ്കഷൻ അത് എങ്ങനെ ആയിരിക്കുന്ന ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയാണ്. 3rd ഇന്റർവ്യൂ ടെക്നിക്കൽ ഇന്റർവ്യൂ കഴിഞ്ഞ് HR കഴിഞ്ഞു. ഇനി HR കഴിഞ്ഞ് വീണ്ടും ഓഫർ ലെറ്ററിലേക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു ഇന്റർവ്യൂ. അപ്പൊ ആ ഇന്റർവ്യൂവിനെ കുറിച്ച് നമ്മൾ ഏകദേശം അനലൈസ് ചെയ്തത് മിക്കവാറും എന്തായിരിക്കും, അത് സുപ്പീരിയേഴ്സ് പിന്നെ നിലവിലുള്ള സീനിയർ എഞ്ചിനീയേഴ്സുമാർ തമ്മിൽ അവർക്ക് പ്രൂവ് ചെയ്യാനുള്ള ഇന്റർവ്യൂ ആയിരിക്കും. പറഞ്ഞു വന്ന പോലെ തന്നെ ആയിരുന്നു. അവിടുത്തെ ഒരു എൻഹാൻസ്മെന്റ് എന്തൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ മുന്നേ ആ കമ്പനിയെ കുറിച്ച് നന്നായി പഠിച്ചു. ഞാനിപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ അപ്ഗ്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്തു, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇനി ശ്രമങ്ങൾ നടത്തി ഇനി നമ്മൾ ജോബിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ജോബ് സെർച്ച് നടത്തുന്നു, അതിൽ നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വേണ്ട സ്കില്ലുകളെ കുറിച്ച്, ആ കമ്പനിയെ കുറിച്ച് നേരത്തെ പഠിച്ചു. ആ കമ്പനിയിൽ നടക്കുന്ന നിലവിലുള്ള സിസ്റ്റം എന്താണെന്ന് ഏകദേശം സ്റ്റഡി നടത്തി. അപ്പൊ അവിടുത്തെ ഇന്റർവ്യൂ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന രൂപം കിട്ടി. അതിനുശേഷം ഇനി അവിടെ വരാൻ പോകുന്ന എൻഹാൻസ്മെന്റുകൾ എന്താണ് എന്നൊരു ശ്രമം നടത്തി. അത് ഏകദേശം ഒരു 7 lakhs rupees സാലറി കിട്ടുന്ന നല്ലൊരു ഒരു ഓപ്പണിംഗ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും വളരെ പവർഫുൾ ആയിട്ട് ഒരു സ്റ്റഡി നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇനി ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കേസുകളുണ്ടല്ലോ, ഒരു പ്രൊബേഷൻ പീരീഡ് കവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. പ്രൊബേഷൻ പീരീഡ് കവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഏതൊരാൾക്കും. എനിക്ക് വേറെ സിറ്റുവേഷനിൽ ഒരു അക്കൗണ്ടന്റ് ആണ്, അദ്ദേഹത്തിന് 2500 റിയാൽ സാലറി കിട്ടാറുള്ളത്. അപ്പൊ ആളെടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നോർമൽ ഷർട്ടും ടൈ ഇട്ടും പോകുന്ന ആ ഒരു സ്റ്റൈല് മാറ്റണം. ഒരു സ്യൂട്ട് എടുത്ത് നമ്മൾ സ്യൂട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നടക്കുന്ന നമ്മൾ പൊസിഷൻ തന്നെ അറിയാതെ മാറിപ്പോകും അല്ലെ. ഇപ്പൊ നമ്മള് ഒരു സാധാരണ ഒരു പെൺകുട്ടി, നമ്മുടെ നാട്ടിൻപുറത്തെ പെൺകുട്ടി, ഒരു കേരള തനിമ തുളുമ്പുന്ന രൂപത്തിലുള്ള ഒരു എന്താ പറയാ കേരള തനിമയുള്ള ഡ്രസ്സ് ജമ്പറും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവര് നടക്കുന്ന എന്താണ് ജമ്പർ പാവാട പഴയ നമ്മൾ ഫോട്ടോയിലേക്ക് കാണാറുണ്ടല്ലോ, അങ്ങനെ കിട്ടാൽ അവരെ നടത്തുന്നൊരു സ്റ്റൈലൊന്നും മാറും അല്ലെ. ആ ഒരു കേരള തനിമയുള്ള സ്റ്റൈലായി മാറും. അവരെന്നെ ഒരു ടീഷർട്ടും ഒരു പാൻസും ഇട്ട് കൊടുത്ത് നോക്കിയാൽ സ്റ്റൈൽ ഓട്ടോമാറ്റിക് മാറും. നമ്മൾ ആൺകുട്ടികൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നടക്കുന്ന സമയത്ത് നമ്മൾ അവർക്കൊരു ടൈ കെട്ടി കൊടുത്ത് അവരുടെ സ്റ്റൈൽ മാറി, ഓട്ടോമാറ്റിക് ഒരു ഓട്ടോമേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അത് സ്യൂട്ട് ഇട്ടാലും മാറി. അപ്പൊ ഈ പറയുന്ന 2500 റിയാൽ മാത്രം സാലറി അക്കൗണ്ടന്റ് എടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും, സ്യൂട്ട് ഇട്ട് ടൈ ഇട്ട് ഒന്നുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഇന്റർവ്യൂവിന് പോകണം. പോകുമ്പോൾ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. And if you don't have any answer, that you have to reply like I'm very enthusiastic learner and fast learner, and I will acquire within short term to acquire these other things. എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഒരു പോസിറ്റീവ് ആയിട്ട് ആൻസർ കൊടുക്കാൻ പറ്റുക. അവർക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാ വേണ്ടത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ടിപ്സ് ഒക്കെ അവന് ഏകദേശം സെറ്റ് ആക്കിയിട്ട് ഇന്റർവ്യൂവിന് പോയപ്പോ ആ ഇന്റർവ്യൂ ബ്രേക്ക് ചെയ്തിട്ട് അവർക്ക് കിട്ടിയ പാക്കേജ് 10,000 ആണ്. 10,000 കിട്ടി. പക്ഷെ അവിടെ വേറെ വിഷയം ഉണ്ടായി. ആഫ്റ്റർ 2 months he terminated. ഈ 10,000 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് ഒരു ജീവൻ മരണ പോരാട്ടം പോലെ ആയിരിക്കണം.
അതൊരു സാധാരണ നമ്മൾ 8 hours വർക്ക് ചെയ്യുമ്പോൾ അതൊരു പക്ഷെ 12 hours ആയി മാറും. പ്രൊബേഷൻ പീരീഡ് എന്റെ ജോലി, ഞാൻ ചെയ്യുന്ന ജോലി അവിടെ കമ്പനിക്ക് ആവശ്യമാണ് എന്നുള്ള എന്റെ സാന്നിധ്യം അവിടെ തെളിയിച്ചു കൊടുക്കണം. അതിനുള്ള ട്രെയിനിങ് വേറെ കിട്ടണം. എല്ലാം ട്രെയിൻഡാണ്. എല്ലാം ട്രെയിൻഡ് ആയി കഴിഞ്ഞാല് നമ്മളെ കഴിവ് നമ്മൾ ചില്ലറയല്ല. അതിലെ ഒരു ചരിത്രകാരൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ അവന്റെ കഴിവുകളെ തിരിച്ചറിയാതെ ഈ ലോകത്തോട് വിട പറയേണ്ടി വരിക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരന്തം. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇടയ്ക്കൊന്ന് മൂർച്ചം വെച്ച് നമ്മൾ പല ആവശ്യമുള്ള റീഡിങ്ങിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാം സാധ്യമാണ്. പക്ഷെ ഈ നേരത്തെ ഈ പറഞ്ഞ സുഹൃത്തിന് എന്ത് കിട്ടിയില്ല? പ്രൊബേഷൻ പീരീഡ് കവർ ചെയ്യേണ്ട ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ആ ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇൻ കേസ് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സുപ്പീരിയേഴ്സിനായിട്ട് നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞു വന്ന കുറെ കൺസെപ്റ്റുകൾ, അതെങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള വേറെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. ഡെലിഗേറ്റ് യുവർ സെൽഫ് ഉണ്ട്, ജോബ് കിട്ടിയാൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ട്. ഏതായാലും ഈ ഒരു ഏരിയയിൽ നമ്മൾ ഓരോന്നും ഇഴകീറി തന്നെ മുന്നോട്ട് പോവേണ്ട വലിയ സബ്ജക്റ്റുകളാണ്. ഏതായാലും നമ്മളൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കാം. എല്ലാവരും ക്യാമറയിൽ വരികയാണെങ്കിൽ കുറേയും കൂടി നന്നായിരുന്നു. അപ്പം നിങ്ങൾക്ക് അതിന് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് അതിന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 5 minutes എടുക്കാമല്ലോ അല്ലെ? അതെ സാറേ എടുത്തോ കേട്ടോ. 5 to 10 minutes എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട്, ഞങ്ങളുടെ അധിക ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇടമാണെങ്കിൽ ഏറ്റവും നന്നായി. വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിങ്ങളെ ചെയറിൽ വളരെ കംഫർട്ട് ആയിട്ട് ഇരിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ചെറിയൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ ബ്രീത്തിങ് എടുക്കാൻ വേണ്ടി പറയുമ്പോൾ ബ്രീത്ത് ഇന്ന് പറയുമ്പോൾ ആ ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ ബ്രീത്തിങ്ങിലേക്ക് മാക്സിമം ശ്രദ്ധിക്കുക. 1 second ഹോൾഡ് ചെയ്ത് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ശ്രദ്ധിച്ചാൽ നിങ്ങളെ തന്നെ ശക്തമായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ്. അതില് സാധാരണ ഇത്തരം ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പറയും, ഞാനിപ്പോ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു ബീറ്റ സ്റ്റേറ്റ് ആണ്. അതിന്റെ ഒന്നും കൂടി ആഴത്തിലേക്കുള്ള ഒരു ആൽഫ സ്റ്റേറ്റ്, ഒന്നുകൂടി ഹൈലി കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും സജഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മളിൽ ഒരു വിത്തായിട്ട് മുളക്കുന്നത്. അത് പുതിയ മാറ്റമായി മാറും. അപ്പോൾ ഈ സമയം നിങ്ങൾക്കായി നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സമയമാക്കി ഇതിനെ മനസ്സിലാക്കി. എല്ലാവരും ഓക്കെ അല്ലേ? വളരെ കംഫർട്ട് ആയിട്ടിരിക്കാം, റിലാക്സ് ആയിട്ടിരിക്കാം. ഓക്കെ, എല്ലാവരും വളരെ സാവധാനം കണ്ണുകൾ അടക്കുക. സാറിന്റെ മൈക്ക് ഒന്നും കൂടി ഒന്ന് അടുപ്പിച്ചു വെക്കാം. ഓക്കെ, എല്ലാവരും വളരെ സാവധാനം കണ്ണുകൾ അടക്കുക. എന്നിട്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. 1 second ഹോൾഡ് ചെയ്ത് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. 1 second ഹോൾഡ് ചെയ്ത് സാവധാനം പുറത്തേക്ക് വിടുന്നു. ഈ സമയം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. 1 second ഹോൾഡ് ചെയ്ത് സാവധാനം പുറത്തേക്ക്. ഇപ്പോൾ ഞാൻ പറയുന്നത് മാത്രമാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. മറ്റ് ശബ്ദങ്ങളൊന്നും നിങ്ങളെ അലട്ടുന്നില്ല. ഞാൻ പറയുന്നത് മാത്രമാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. നിങ്ങളിപ്പോൾ വളരെ റിലാക്സ്ഡ്. ഞാൻ
1 മുതൽ 5 വരെ എണ്ണുന്നതോടുകൂടി നിങ്ങൾ ഒന്നുകൂടി ഗാഠമായ റിലാക്സേഷനിലേക്ക് എത്തുന്നതായിരിക്കും. 1. അതെ, ഇപ്പോൾ നിങ്ങളുടെ 2 കാൽപാദങ്ങളും വളരെ റിലാക്സ് ആയിരിക്കും. 2 കാൽപാദങ്ങളും വളരെ കാം ആൻഡ് കൂൾ റിലാക്സ്. നിങ്ങളുടെ കാൽപാദം മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗം വളരെ റിലാക്സ് ആയിരിക്കും. വളരെ കാം ആൻഡ് കൂൾ റിലാക്സ്. നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. 2. നിങ്ങളുടെ കാൽമുട്ട് മുതൽ നട്ടെല്ല് വരെയുള്ള ഭാഗം വളരെ കാം ആൻഡ് കൂൾ റിലാക്സ്. വളരെ റിലാക്സ് ആയിരിക്കും. നിങ്ങളുടെ വയറ്, ആന്തരികാവയവങ്ങൾ, നിങ്ങളുടെ നെഞ്ച്, നിങ്ങളുടെ ശരീരത്തിൻ്റെ വലത് കൈ, ഇടത് കൈ എല്ലാം ഇപ്പോൾ വളരെ കാം ആൻഡ് കൂൾ റിലാക്സ്. വളരെ റിലാക്സ് ആയിരിക്കും. 3. അത് നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ നാഡി, നിങ്ങളുടെ 2 കവിളുകൾ, നിങ്ങളുടെ 2 കണ്ണുകൾ, നിങ്ങളുടെ നാസനാളങ്ങൾ, നിങ്ങളുടെ നെറ്റിത്തടം, നിങ്ങളുടെ 2 കണ്ണുകളും കണ്ണിന്റെ പിരികളും കാം ആൻഡ് കൂൾ റിലാക്സ്. വളരെ സുഖകരമായ റിലാക്സിലേക്ക് എത്തിയിരിക്കുന്നു. 4. അതെ, നിങ്ങളുടെ തലയുടെ പിൻഭാഗം, മുകൾ ഭാഗം, നിങ്ങളുടെ ചെവി, ഇടത് ചെവി, വലത് ചെവി എല്ലാം ശരീരമാസകരം ഇപ്പോൾ കാം ആൻഡ് കൂൾ റിലാക്സ്. 5 എന്ന് എണ്ണുന്നതോടുകൂടി നിങ്ങൾ ഒന്നുകൂടി ഗാഠമായ റിലാക്സേഷനിലേക്ക് എത്തിയിരിക്കും. 5. അതെ, ഇപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഗാഠമായ റിലാക്സേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നു. വളരെ സുഖകരമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. അതെ, ഇനി നിങ്ങളുടെ ഇടത് കൈയിലേക്ക് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നിങ്ങളുടെ സുപ്പീരിയറിൽ നിന്ന് അനുഭവിക്കുന്നതാവാം. അവരവരുടെ ജോലിയുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ടെക്നിക്കലി ആവാം, അതല്ലെങ്കിൽ ജോലി പ്രഷറുകളാവാം, സബോർഡിയൻസ് ആവാം, കൊളീഗ്സ് ആവാം. എന്ത് പ്രയാസമാണോ നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വരുന്നത്, അത് നിങ്ങളുടെ ഇടത് കൈയിലേക്ക് മുറുക്കി പിടിക്കുക. ഇടത് കൈ കൈപ്പത്തി എല്ലാ വിരലുകളും ശക്തമായി മുറുക്കി പിടിക്കുക. എത്ര കണ്ട് മുറുക്കി പിടിക്കുന്നോ അത്ര കണ്ട് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നിങ്ങളുടെ കൈകളിൽ ശക്തമായി മുറുക്കി പിടിച്ചിരിക്കുകയാണ്. എത്ര കണ്ട് മുറുക്കി പിടിക്കുന്നോ എല്ലാ പ്രയാസങ്ങളും നിങ്ങളുടെ കൈകളിൽ ഒതുക്കിയിരിക്കുകയാണ്. അതെ, എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, ടെക്നിക്കൽ പ്രയാസങ്ങൾ, സുപ്പീരിയേഴ്സിന്റെ പ്രയാസങ്ങൾ, മാനേജേഴ്സിൽ നിന്നുള്ള പ്രയാസങ്ങൾ, സബോർഡിനൻസിന്റെ പ്രയാസങ്ങൾ, എന്നിലുള്ള കുറവുകൾ, എല്ലാ പ്രയാസങ്ങളെയും നിങ്ങളുടെ ഇടത് കൈയിൽ ശക്തമായി മുറുക്കി പിടിച്ചിരിക്കുന്നു. എത്ര കണ്ട് മുറുക്കി പിടിക്കുന്നോ അത്ര കണ്ട് നിങ്ങളുടെ എല്ലാ പ്രയാസവും നിങ്ങളുടെ ഇടത് കൈയിലേക്ക് ശക്തമായി വന്നിരിക്കുന്നു. എല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു. അതെ, ഇനി സാവധാനം നിങ്ങൾ ആ കൈ സാവധാനം തുറക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളും അന്തരീക്ഷത്തിലേക്കൊരു
പുകമറ പോലെ, ഒരു കറുത്തിരുണ്ട പോലെ അന്തരീക്ഷത്തിലേക്ക് പറന്നകലുന്നു. മെല്ലെ കൈകൾ തുറക്കുക. മെല്ലെ ഇടത് കൈ തുറക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നിങ്ങളിൽ നിന്ന് ഒരു ഇരുണ്ട പ്രതലം പോലെ, ഒരു ഇരുണ്ട പ്രതലമായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം നിങ്ങളിൽ നിന്ന്, എല്ലാ പ്രയാസങ്ങളും, ജോലിയുടെ എല്ലാ പ്രയാസങ്ങളും നിങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പോയിരിക്കുന്നു. അതെ, ഇനി നിങ്ങളുടെ വലത് കൈ, ആ വലത് കൈയിൽ നിങ്ങളുടെ ജോലിയുടെ അഭിവൃദ്ധിക്ക്, നിങ്ങളുടെ ജോലിയുടെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവാം, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുകളാവാം, സാധാരണ മലയാളം സംസാരിക്കാനുള്ള വൈഭവങ്ങളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറുമായി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ധൈര്യക്കുറവാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി ഏതാണ്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേടേണ്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം നിങ്ങളുടെ വലത് കൈകളിലേക്ക് മുറുക്കി പിടിക്കുക. 5 വിരലും ശക്തമായി മുറുക്കി പിടിക്കുക. അതിൽ നിങ്ങൾക്ക് ജോലിയിൽ വേണ്ടത് എന്തൊക്കെയാണോ, ജോലിയുടെ കഴിവുകളിൽ വേണ്ടത് എന്തൊക്കെയാണോ, അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളുടെ വലത് കൈയിൽ ശക്തമായി മുറുക്കി പിടിക്കുക. ശക്തമായി മുറുക്കി പിടിക്കുക. എത്ര കണ്ട് മുറുക്കി പിടിക്കുന്നു അത്ര കണ്ട് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിച്ച് നിങ്ങൾ ഷാർപ്പൺ ചെയ്ത് ഏറ്റവും നല്ല ഉന്നതിയിലേക്ക്, ജോലിയുടെ ഏറ്റവും നല്ല ഉന്നത സോപാനങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നതായിരിക്കും. അത്ര കണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കഴിവുകളെയും നിങ്ങളുടെ വലത് കൈയിലേക്ക് ശക്തമായി മുറുക്കി പിടിക്കുക. ഓരോ കഴിവുകളെയും, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഓരോ കഴിവുകളെയും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ വലത് കൈയിൽ ശക്തമായി മുറുക്കി പിടിക്കുക. അതെ, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളും, എൻ്റെ നോളജുകളും, ടെക്നിക്കൽ നോളജുകളും, ലീഡർഷിപ്പ് ക്വാളിറ്റികളും, മീറ്റിംഗ് സ്കില്ലുകളും, ക്രിട്ടിക്കൽ തിങ്കുകളും എല്ലാം എൻ്റെ വലത് കൈയിലേക്ക് ഞാൻ സ്വരൂപിച്ചിരിക്കുന്നു. ഇനി ആ വലത് കൈ നിങ്ങൾ ഇടത് നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുക. ഇടത് നെഞ്ചിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കുക. ഹൃദയത്തോടെ ചേർത്ത് വെക്കുക. അതെ, ഞാൻ എൻ്റെ ജോലിയുടെ ഉന്നതങ്ങളിലേക്ക് ചേക്കാറാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും ഞാൻ എൻ്റെ വലത് കൈയിൽ മുറുക്കി പിടിച്ച കഴിവുകൾ എൻ്റെ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ശക്തമായി ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഒരുപാട് ഉന്നതങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ള ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ, അവർ ജീവിച്ച അതേ സൂര്യന്റെ കീഴിൽ തന്നെ, അവർ ജീവിച്ച അതേ ഭൂമിയിൽ തന്നെ, അതിനേക്കാൾ സൗകര്യങ്ങളിലെ ഈ ലോകത്ത് മനുഷ്യന്റെ കഴിവ് തീരുമാനമെടുത്താൽ ഉന്നതങ്ങളിലേക്ക് ചേക്കാറാൻ കഴിയാത്തവരായിട്ട് ആരുമില്ലെങ്കിൽ ഈ കഴിവുകളൊക്കെ വെച്ച് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ ജോലിയുടെ അഭിവൃദ്ധിക്കായി ഞാൻ പ്രയത്നിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അത് എന്നിലുണ്ടാവുന്ന അഭിവൃദ്ധിയാണ്, എൻ്റെ മക്കളിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധിയാണ്, എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധിയാണ്, എൻ്റെ കൂട്ടുകുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധിയാണ്, എൻ്റെ സമൂഹത്തിൽ ഉണ്ടാകുന്ന നേട്ടമാണ്. എല്ലാവരും എന്നെ നോക്കിക്കൊണ്ട് എന്നെ മാതൃകയാക്കാൻ പറയുന്ന മാത്രയിൽ എല്ലാവർക്കും ഒരു സുഗന്ധപൂരിതമായ പുഷ്പമായി മാറാൻ എനിക്ക് കഴിയും. മാത്രയിൽ ഞാൻ ഏറ്റവും വലിയ ഉന്നതങ്ങളിലേക്ക് ചേക്കാറാണ്. എൻ്റെ കഴിവുകൾ വെച്ച്, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ ശക്തമായ തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്നു മുതൽ എനിക്ക് വേണ്ടതായിരിക്കുന്ന വായനയും, എനിക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ സ്കില്ലുകളും ഞാൻ ഇന്നു മുതൽ തുടങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആ തീരുമാനങ്ങൾ മനസ്സുകൾ ആവർത്തിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രെയിനറാണ്, ഏറ്റവും നല്ല ഡോക്ടറാവാം, ഏറ്റവും നല്ല നഴ്സാവാം, ഏറ്റവും നല്ല അക്കൗണ്ടന്റ് ആവാം, ഏറ്റവും നല്ല സിവിൽ എഞ്ചിനീയർ ആവാം, ആർക്കിടെക്ചർ ആവാം, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആവാം, ഏറ്റവും നല്ല ബിസിനസ് സംരംഭകരാണ്. നിങ്ങളുടെ മനസ്സിൽ ആ തീരുമാനം ശക്തമായി ഹൃദയത്തിലുള്ള സമ്മതിക്കുക.
അതെ, ഇനി സാവധാനം നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ കാലിലേക്കും ചേർത്ത് വെക്കണം. ഇനി 5 മുതൽ 1 വരെ എണ്ണുന്നതോടുകൂടി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും ഊർജ്ജസ്വലമായി, ഏറ്റവും കഴിവുള്ള, ഒരുപാട് ഉന്നതങ്ങളിലെത്തിയിട്ടുള്ള വലിയ വ്യക്തിത്വങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരവുമായിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വം വളരെ സന്തോഷത്തോടെ നിങ്ങൾ കണ്ണ് തുറക്കുന്നതായിരിക്കും. 5 മുതൽ 1 വരെ എണ്ണുന്നതോടുകൂടി നിങ്ങൾ റൂമിലെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതായിരിക്കും. 5. അതെ, ഇപ്പോൾ നിങ്ങളുടെ 2 കാൽപാദങ്ങൾ വളരെ ഊർജ്ജസ്വലമായിരിക്കുന്നു. 2 കാൽപാദങ്ങളിലേക്കൊക്കെ നല്ല രക്തോട്ടം ലഭിച്ച് വളരെ ആക്റ്റീവായിരിക്കുന്നു. അതെ, നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. 4. അത് നിങ്ങളുടെ കാൽപാദം മുതൽ മുട്ടുവരെയുള്ള ഭാഗം വളരെ ആക്റ്റീവായിരിക്കുന്നു. ഇപ്പോൾ വളരെ ആക്റ്റീവായിരിക്കുന്നു. നല്ല രക്തോട്ടം ലഭിച്ച് നല്ല ആക്റ്റീവായിരിക്കുന്നു. അത് നിങ്ങളുടെ കാൽമുട്ട് മുതൽ നട്ടെല്ല് വരെയുള്ള ഭാഗം വളരെ ആക്റ്റീവായിരിക്കുന്നു. നല്ല ഊർജ്ജസ്വലമായിരിക്കുന്നു. നല്ല രക്തോട്ടം ലഭിച്ച് നല്ല ആക്റ്റീവായിരിക്കുന്നു. 3. അത് നിങ്ങളുടെ വയറ്, ശരീരാന്തരിക അവയവങ്ങൾ, നിങ്ങളുടെ നെഞ്ച്, നിങ്ങളുടെ വലത് കൈ, ഇടത് കൈ എല്ലാം ഇപ്പോൾ വളരെ ആക്റ്റീവായിരിക്കുന്നു. നല്ല രക്തോട്ടം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ആക്റ്റീവായിരിക്കുന്നു. നല്ല ഊർജ്ജസ്വലമായിരിക്കുന്നു. 2. അതെ, നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ നാഡി, 2 കവിൾത്തടങ്ങൾ, നാസനാളങ്ങൾ, നിങ്ങളുടെ 2 കണ്ണുകൾ, നിങ്ങളുടെ പുരികം, നിങ്ങളുടെ നെറ്റിത്തടം എല്ലാം ഇപ്പോൾ വളരെ ഊർജ്ജസ്വലമായിരിക്കുന്നു. വളരെ ആക്റ്റീവായിരിക്കുന്നു. 1 എന്ന് എണ്ണുന്നതോടുകൂടി നിങ്ങളുടെ വളരെ സന്തോഷപരമായിട്ടുള്ള, ഏറ്റവും നല്ല സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള നല്ല ജോലി, ഉന്നതങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഒരു മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടും കൂടി സാവധാനം കണ്ണുകൾ തുറക്കാം. 1 എന്ന് എണ്ണുന്നതോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആക്റ്റീവായി, ഊർജ്ജസ്വലമായി, നല്ല തീരുമാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ തയ്യാറെടുത്ത് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു വ്യക്തിത്വമായി നിങ്ങളുടെ റൂമിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. 1. അതെ, ഇനി നിങ്ങൾക്ക് വളരെ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. നിങ്ങളുടെ ആ നല്ല തീരുമാനങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ തീരുമാനത്തിൽ ഉറച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി എന്ന് മനസ്സിലേക്ക് കൊടുത്തുകൊണ്ട് സാവധാനം കണ്ണുകൾ തുറക്കാം. സാവധാനം കണ്ണുകൾ തുറക്കാം. സാവധാനം കണ്ണുകൾ തുറക്കാം. എല്ലാവരും ക്യാമറയിൽ വന്നാൽ, എല്ലാവരും കണ്ണുകൾ തുറന്നാൽ, എല്ലാവരും തുറന്നില്ലേ? ആർക്കെങ്കിലും ഒരു ഡ്രൗസി ഫീൽ ഉള്ളവരുണ്ടെങ്കിൽ അറിയിക്കണം. നിങ്ങളെ കൈയൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് കണ്ണിലൊന്ന് വെച്ച് മുഖമൊന്ന് തടവി കൊടുക്കാം. കൈ ഇങ്ങനെ ആക്കിയിട്ട് മുഖമൊന്ന് തടവി. ഓക്കെ, എല്ലാവരും ആക്റ്റീവ് ആയില്ലേ? എല്ലാവരും തിരിച്ചു വന്നില്ലേ റൂമിലേക്ക്? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിനേക്കാളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫീല്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ഈ സെഷൻ സ്റ്റാർട്ടിങ്ങിൽ കേട്ടതും ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു തീരുമാനങ്ങളും? ഇറ്റ്സ് യുവർ ടൈം.
ഈ കേൾക്കുന്നില്ലല്ലോ, ഉറങ്ങിപ്പോയിണ്ടോ? അല്ല, ആർക്കെങ്കിലും ഡ്രൗസി ഫീൽ ഉണ്ടെങ്കിൽ അറിയിക്കണം. അങ്ങനെ നമുക്കൊരു ഒരു മന്ദപ്പ് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയിക്കണം. നിങ്ങൾ കംപ്ലീറ്റ്ലി ബോഡി തിരിച്ച് വളരെ ആക്റ്റീവായിട്ട് തിരിച്ച് വന്നിരിക്കണം. പലരും സ്ലീപ്പാന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റ് കൈ നന്നായി ചൂടാക്കിയിട്ട് മൂക്കും തുടങ്ങണം കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല തീരുമാനങ്ങൾ, നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. എല്ലാത്തിന്റെ അടിസ്ഥാനം ജോബ്, കരിയർ, അല്ലെ, കരിയർ അപ്ഗ്രേഡ് തന്നെ, അപ്ഗ്രേഡ് യുവർ ജോബ് തന്നെയാണ്. അതാണ് എല്ലായിടത്തും റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. അതിനു വേണ്ടിയുള്ള നല്ല തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു സായാഹ്നം. നല്ല തീരുമാനങ്ങൾ ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ട സ്റ്റെപ്പുകൾ എല്ലാം തീരുമാനം എടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ് എല്ലാവരും. ഇനി ഇന്നത്തെ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും. ആരുല്ലേ? നമ്മളിപ്പോ ചെയ്ത പോലത്തെ സുഹേൽ സാർ പറഞ്ഞു. വോയിസില് നമുക്ക് ചെയ്ത ആക്ടിവിറ്റി പോലത്തെ നമുക്ക് യൂട്യൂബിലായാലും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല മെഡിറ്റേഷൻ ഉണ്ടോ? 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് മാക്സിമം. ഇപ്പൊ ഇത് ചെയ്തപ്പോ നല്ല എനർജി ഫീൽ ആയിരുന്നു. സാധാരണ ഞാൻ രാവിലെ ചെയ്യുമ്പോൾ ഉറങ്ങി പോകാറുണ്ട്. പക്ഷെ ഇതിലേക്ക് ഓരോ ഡയലോഗ് കേൾക്കുമ്പോൾ എനിക്ക് നല്ല ഒരു പഞ്ച് കിട്ടിയായിരുന്നു. അത് നിങ്ങളുടെ ഒരു ഗോളിനനുസരിച്ചുള്ള സജഷൻ ക്രിയേറ്റ് ചെയ്യണം. ആക്ച്വലി ജനറൽ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ടാവും. അത് നമ്മളെ ആ ഒരു ഇന്നർ പവറിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ജനറിക് ആയിട്ടുണ്ടാവാം. ഇപ്പൊ നമുക്കിവിടെ നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്ത്, അവന് അക്കൗണ്ട്സ് ഫീൽഡാണ്. അപ്പൊ അവന് ഇതിലേക്ക് IT-യിലേക്ക് സ്വിച്ച് ചെയ്യണം. അപ്പൊ സ്വിച്ച് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ മെഡിറ്റേഷൻ ആണ് അവന് ശരിക്കും ആ ഒരു ഏരിയയിൽ സഹായിച്ചത്. ഒരു സെക്കൻഡ് ലെവൽ ഇന്റർവ്യൂ കഴിഞ്ഞ് 3rd ലെവൽ ഇന്റർവ്യൂ കഴിഞ്ഞ ആള് ജോലിയിലേക്ക് എൻ്റർ ചെയ്യാൻ നിൽക്കുകയാണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കുണ്ട്. ആ പ്രശ്നങ്ങളെ ഏറ്റവും കോർ ഇഷ്യൂ ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ലൊരു അപ്ഗ്രേഡ് ജോബാണ്. അതിന് ഈ മെഡിറ്റേഷൻ ആണ് ഏറ്റവും നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ആൾക്ക് ഉണ്ടായിട്ടുള്ളത് ഈ പഠിക്കാൻ, ഒരു ജോബിന് വേണ്ടി പഠിക്കാൻ മാനസികമായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. ഈ തയ്യാറാവാൻ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇന്ന് ക്ലാസ് കേൾക്കുമ്പോൾ പല കാര്യം നമ്മൾ തീരുമാനം എടുക്കും. പക്ഷെ നാളെ രാവിലെ അത് മറ്റ് നമ്മൾ പല ഇൻവോൾവ്മെന്റിലേക്ക് വന്നിട്ട് നാളെ അത് മറന്നുപോകും. അപ്പൊ ഇത്തരം ചില മെഡിറ്റേഷൻസ് നമ്മുടെ ഹൃദയത്തോട്, നമ്മൾക്ക് വേണ്ടി സമയം മാറ്റി നമ്മുടെ ഹൃദയത്തോട് നമ്മൾ സംസാരിക്കുക. അപ്പൊ അത് ജനറൽ ആയിട്ട് നമ്മുടെ സെൽഫ് കൺട്രോൾ ചെയ്യാനുള്ള മെഡിറ്റേഷൻസ് ഉണ്ടാവും. ഞാനത് അയച്ചു തരാം. പിന്നെ നിങ്ങളുടെ എയിം എന്താണോ അതിനനുസരിച്ച് സജഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സാധാരണ ചെയ്യാം. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ സമാപിക്കുന്നത്. അപ്പോൾ സാർ ഇവിടെ ഏകദേശം 1.25 മണിക്കൂറോളം ആയിട്ട് നമ്മുടെ സെഷൻ തുടങ്ങിയിട്ട് ഏകദേശം 1.25 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതല്ലെങ്കിൽ ഫീഡ്ബാക്കോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ചാറ്റ് ബോക്സിൽ കുറെ മെസ്സേജുകൾ വരുന്നുണ്ട്. വെരി നൈസ്, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ടു ഈച്ച് ആൻഡ് എവരിവൺ ടു അപ്ഗ്രേഡ് ദെയർ കരിയർ. ഓക്കെ, ഒരു വണ്ടർഫുൾ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇതൊക്കെ ഒരു ഉണർത്തലുകളാണ്. നമുക്ക് ഇങ്ങനെയുള്ള ചില വെബിനാറുകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇത്തരം സെഷനുകളാണ്. നമുക്ക് അതിന്റെ കഴിവുകൾ ഉണ്ടാവും. ആ കഴിവുകളെ വളർത്തിയെടുത്ത് നമ്മൾ അതിന്റെ ഒരു പാരമ്യതയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം.
അതായത് നമുക്കതിൽ മാസ്റ്റർ ആകാൻ പറ്റണം, അൺകോൺഷ്യസ്ലി സ്കിൽഡ് ആവാൻ നമുക്ക് പറ്റണം. ഏറ്റവും അതിന്റെ ഉന്നതിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ജേണി നമ്മൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ഏത് ഫീൽഡിലായി കഴിഞ്ഞാലും അത് ഒരു ഐഡന്റിറ്റി ആക്കി മാറ്റാൻ പറ്റണം. ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പേരും നമ്മുടെ കരിയറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈക്വലൈസ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്കെങ്കിലും നമുക്ക് എത്താൻ പറ്റണം. ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് പിന്നെ നേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഇന്നയാൾ ഓർമ്മ വരണം. ആളുടെ പേര് ഓർക്കുമ്പോ തന്നെ നേഴ്സിങ്ങിനെ ഓർമ്മ വരണം. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു ഐഡന്റിറ്റി നമ്മൾ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ അതിലേക്കൊക്കെ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ ചില ഡോക്ടർമാരൊക്കെ എവിടെയെങ്കിലൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്ക് ചില പേരുകളോ ചില ഹോസ്പിറ്റലുകളോ ഒക്കെ നമ്മുടെ മൈൻഡിലേക്കൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എത്താൻ പറ്റായികയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മൾ അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് എ ടൈം. നമുക്ക് വേണ്ടി ഒരു സമയം നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ജോലി ചെയ്യുക എന്നുള്ളത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ട് നമ്മൾ കാണരുത്. അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ അപ്ഗ്രേഡ്, നമ്മുടെ അതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് വേണ്ടി ഒരു സമയം നമ്മൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി വെക്കണം. ഓരോ ദിവസവും നമ്മളൊരു ടൈം നമ്മൾ ചൂസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത്, അപ്പൊ ഈ പറയുന്ന ലേണിംഗ് എന്ന് പറയുമ്പോൾ റീഡിങ് ആവട്ടെ, അതല്ലെങ്കിൽ വീഡിയോസ് ആകട്ടെ, അങ്ങനെ തുടങ്ങി എന്തോ ആകട്ടെ, അതിനെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ അതിനെ കൊണ്ടുവരിക. റീഡിങ് ചെയ്ത് നമ്മൾ റീഡ് ചെയ്ത ഒരു സാധനത്തെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോഴേ അത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ വർക്ക് ചെയ്ത് നമ്മളെല്ലാവരും, ഒരാൾ പോലും എന്ത് ചെയ്യരുത്, 5 വർഷം കഴിഞ്ഞു ഞാൻ ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ്, അതേ സാലറിയാണ്, അതേ ചുറ്റുപാടുകൾ തന്നെയാണ്, അതേ ചെയർ തന്നെയാണ്, അതേ സിസ്റ്റം തന്നെയാണ്, അല്ലെ, അതേ പോക്കുവരവ് തന്നെ, ഒരു വ്യത്യാസം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്ഗ്രേഡ് ചെയ്യപ്പെടണം. അല്ല, ഒരു പുതുമ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എല്ലാവരും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു പുതുമ ഇഷ്ടപ്പെടുന്നു, നമുക്കൊരു മാറ്റം ആവശ്യമാണ്, അല്ലെ. എന്നും പോണ വഴി കൂടെ പോകാൻ എന്നതിനേക്കാൾ ഒരു പുതിയ വഴി, അപ്പോഴാണല്ലോ നമ്മൾ ടൂറ് പോകുന്നത്, അല്ലെ. നമ്മുടെ നാട്ടിലേക്ക് വേറെ ആൾക്കാർ വരും, നമ്മൾ അവരെ നാട്ടിലും പോകും. കാരണം എന്താ, അവർക്ക് അവിടെ കണ്ടിട്ട് അതൊരു താല്പര്യം ഉണ്ടാവില്ല, അവരെന്നും കാണുന്നതാണ്. അപ്പൊ ആ വഴി ഒന്ന് മാറ്റിപ്പിടിച്ചിട്ട് ഇപ്പൊ ഗൾഫിൽ നിന്ന് വരുന്നവരും അല്ലാത്തവരും ഒക്കെ എന്താണ് വേറെ വഴിയൊന്ന് പോകും. അപ്പൊ ഇവരൊക്കെ എന്താ വേറെ പണിയില്ല, ഇവിടെ എന്ത് കാണാനുള്ളത്, നമുക്ക് അതാ കാണാനുള്ളത്, നമ്മ കാണാത്തൊരു സാധനം കാണുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന സാധനം ശരിക്കും എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട്, നമ്മളെല്ലാവരിലും ഉണ്ട്. നമ്മളത് ചെറുപ്പത്തിലെ കുട്ടികളെ കണ്ടിട്ടില്ലേ, ആ സാധനം പിന്നീട് നമുക്കിങ്ങനെ പതിയെ 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 കുറഞ്ഞു വരും. അപ്പൊ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. നമ്മളുടെ സോഷ്യൽ സ്കിൽസുകൾ ഇമ്പ്രൂവ് ചെയ്യണം. നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകളൊക്കെ പലപ്പോഴും നമുക്ക് അപ്ഗ്രഡേഷൻ കിട്ടാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് നോളജ് ഇല്ലാത്തതോ അതല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇല്ലാത്തതോ അല്ല, മറിച്ച് നമുക്ക് പെരുമാറാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. ആളുകളോട് നമുക്ക് കൃത്യമായിട്ട് സംസാരിക്കാനോ ഇടപഴകാനോ ഒരു ഡിസിഷൻ എടുക്കാനോ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനോ അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള പല കഴിവുകളും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ഇൻ ബിറ്റ്വീൻ നമ്മൾ നേടിയെടുക്കുക, നല്ല മാറ്റങ്ങൾ ഉണ്ടാവുക, നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിന് ഉതകുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ സാറ് ലീഡ് ചെയ്തത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി സമയം മാറ്റി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമസ്കാരം. നമസ്കാരം. മൻസൂർ സാർ, താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചതിനും പുതിയ അറിവുകളിലേക്കൊക്കെ നയിച്ചതിനും വളരെ സന്തോഷം. സാർ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് നമ്മൾ ഇപ്പോഴൊരു ആഗ്രഹത്തെക്കാൾ നമ്മളൊരു ആവശ്യമുള്ളപ്പോഴാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു പോയിന്റിനെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയാണ് സാറ് നമ്മുടെ കിളിയുടെ കഥ പറഞ്ഞല്ലേ. വിവിധ കഥകളിൽ കൂടെയാണ് സാറ് പോയത്. അത് വളരെ മനോഹരമായി. കാരണം ഒരു കിളി പറക്കണമെങ്കിൽ എന്ത് വേണം, അവന്റെ ആഗ്രഹത്തെക്കാൾ ഒരു ആവശ്യം അവിടെ ജനറേറ്റ് ചെയ്യുമ്പോഴാണെന്നുള്ള ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും അല്ലെ, നമ്മുടെ കാര്യപ്രാപ്തിയും ഫലപ്രാപ്തിയും രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സ്മാർട്ട് വർക്ക് അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ഇത് രണ്ടും
സമ്മറൈസ് ചെയ്തിട്ട് നമ്മളൊരു മഴുവെട്ടുകാരന്റെ കഥ അല്ലെ, ഒരാൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കൂടുതൽ എഫർട്ടും കുറഞ്ഞ റിസൾട്ടുമാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ റിസൾട്ട് കുറവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മഴ എപ്പോഴും ഷാർപ്പൻ ചെയ്യാന്നുള്ളൊരു പോയിന്റിലേക്ക് പോയിന്റ് ആയിട്ട്. അതുപോലെ സേഫ്റ്റി, നമ്മുടെ ഇപ്പോ വളർച്ച കുറയാനുള്ള പ്രധാന കാരണം നമ്മുടെ സേഫ്റ്റിയിലൂടെ നമ്മൾ കഴിഞ്ഞു പോകുമ്പോഴാണ് അല്ലെ. എപ്പോഴും സേഫ്റ്റിയും വളർച്ചയും ഒരുമിച്ച് പോകുന്ന കാര്യമില്ല. എവിടെ സേഫ്റ്റി കൂടുന്നു അവിടെ നമ്മുടെ ഗ്രോത്ത് കുറയും. അപ്പൊ അതിനേക്ക് സമ്മറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സാർ ഇവിടെ പറഞ്ഞു. വളരെ സന്തോഷം. അവസാനം നമ്മളൊരു വേറൊരു മൂഡിലേക്ക് കൂടിയും സാർ എത്തിച്ച് നമ്മുടെ ഒരു പുതിയൊരു ജനറേറ്റ് എന്താ പറയാ ഒരു ഉന്മേഷത്തിൽ കൂടി ആരാധിച്ചിട്ടാണ് സാർ ക്ലാസ് നൽകിയത്. അപ്പൊ വളരെ സന്തോഷം. നമുക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അതുപോലെ ഇത്തരം ക്ലാസ്സുകൾ ഇനിയും വേണം എന്നുള്ളൊരു സജഷനും കൂടി സാറിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ക്ലോസ് ചെയ്യാൻ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഗുഡ് സമ്മറൈസ്. താങ്ക് യു ചന്ദൻ sir. Okay, so I think let's wind up. അല്ലെ മൻസു sir, നമുക്ക് wind up ചെയ്യാം അല്ലേ? സമയമല്ലോ, അതിന്റെ പോസ് ആയി അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി പറയുന്നുണ്ടല്ലേ? നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണോ? വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഇനി ആർക്കും സംശയങ്ങളൊന്നും ഇല്ലോ അല്ലേ? ഇല്ല. ഉണ്ടെങ്കിൽ പിന്നീട് ഒരു ആവാം. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്തായാലും ഒരു വണ്ടർഫുൾ സെഷന് കൂടി പരിസമാപ്തിയാവുകയാണ്. നമ്മുടെ ട്രെയിനിങ് സ്റ്റോക്കിന്റെ 51 എപ്പിസോഡാണ് നമ്മളിവിടെ പരിസമാപ്തി കുറിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും സാന്നിധ്യവും ഒക്കെ ഇനിയും ഉണ്ടാവുക. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്ത നമ്മുടെ മൻസൂർ സാർ, അദ്ദേഹം ഇപ്പോ ഖത്തറിലാണ് കേട്ടോ. ഖത്തറിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അതിനുള്ള സന്തോഷം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സെഷനിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും വിംബിൾ അക്കാദമിയുടെ കീഴിൽ സന്തോഷം അറിയിക്കുകയാണ്. നാളെ നമുക്ക് ഇതേ സമയത്ത് ഒരു മെന്റൽ ഹെൽത്ത് വെബിനാറാണ് നടക്കുന്നത്. സൂയിസൈഡ് പ്രിവെൻഷനെ കുറിച്ച് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നിസാവ് അഹമ്മദ് കുട്ടിയാണ് നാളെ 7:15 നിങ്ങളോട് സംവദിക്കുന്നത്. അപ്പോൾ സൂയിസൈഡ് എന്താണ്, അതിന്റെ പ്രിവെൻഷൻ എങ്ങനെ എടുക്കണം, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം, അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് വെബിനാർ ആയിരിക്കും നാളെ നടക്കുക. സോ നാളെ 7:15 എല്ലാവരും ജോയിൻ ആവുക. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.